നമസ്കാരം. സഹകാരി റേസ് പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂറ്റിയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലിമിറ്റ്സിൻ്റെ 2 പാർട്ട് പരിചയപ്പെട്ടു അല്ലേ. നമ്മുടെ ഒരു കാൽക്കുലസിനകത്ത് കാൽക്കുലസ് എന്താണെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്ന മാത്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ് എന്ന് പറഞ്ഞു അല്ലേ. ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടീസ് അതിനെയൊക്കെ കുറിച്ച് പഠിക്കുന്ന മാത്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് കാൽക്കുലസ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ പാർട്ടായിരുന്നു ലിമിറ്റ്സ് പറഞ്ഞത് അല്ലേ. ലിമിറ്റ്സ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. എന്താണ് കണ്ടിന്യൂറ്റി? ഓക്കെ, അപ്പോൾ എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നറിയാമോ? എന്താണ് കണ്ടിന്യൂറ്റി? ആ പേരിൽ തന്നെ ഉണ്ടേ, കണ്ടിന്യൂസ്. എന്താണ് കണ്ടിന്യൂസ്? തുടർച്ചയായ കേട്ടോ, തുടർച്ചയായി പോകുന്ന ഫംഗ്ഷൻ, അതാണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ. തുടർച്ചയായി പോകുന്നതെന്ന് പറയുമ്പോൾ എന്താ? ഒരു സാധനം തുടർച്ചയായി പോകണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബ്രേക്ക് വരാൻ പാടില്ല. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. ഓക്കെ, അതാണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. കണ്ടോ, നമുക്ക് ഡെഫിനിഷൻസ് ഒന്ന് നോക്കിപ്പോവാം. നോക്കിക്കേ, കണ്ടിന്യൂറ്റി. എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആസ് ഇറ്റ്സ് നെയിം സജസ്റ്റ് ഈസ് എ ഫംഗ്ഷൻ ഹൂസ് ഗ്രാഫ് ഈസ് കണ്ടിന്യൂസ് വിത്തൗട്ട് എനി ബ്രേക്സ് ഓർ ജംപ്. കേട്ടോ, അതിന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതായിരിക്കും. അവിടെ ഒരു ബ്രേക്ക് ആവട്ടെ ഒരു ജമ്പ് ആവട്ടെ ഒന്നുമില്ല. ഓക്കെ, that is, if we are able to draw the curve or graph of a function without even lifting the pencil, then we say വേറൊന്നുമില്ലടാ. നമുക്കിപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് കണ്ടോ, നമുക്കിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് വരയ്ക്കുക, നമ്മുടെ പെൻസിൽ എടുത്ത് മാറ്റേണ്ടി വരരുത്, നമ്മുടെ പെണ്ണെടുത്ത് മാറ്റേണ്ടി വരരുത്. തുടർച്ചയായിട്ടൊരു വര വരച്ചാൽ ആ വര ആ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നതായിരിക്കണം. ഒരു ബ്രേക്കും വരരുത്, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി എന്താണ്? Studying about the continuity of a function is really important in calculus as a function cannot be differentiable unless it is continuous. ഇനി എന്തിനാണ് നമ്മൾ കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം തെളിയിക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് അറിയാമോ? നമ്മൾ പറഞ്ഞില്ലേ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന വലിയൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട് ഇതിന് ശേഷം. മനസ്സിലായോ? കാൽക്കുലസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. അപ്പോൾ നമുക്ക് ഡിഫറൻസിയേഷൻ ഒക്കെ പഠിക്കണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷ്യബിൾ ആക്കണമെങ്കിൽ എന്താണ്? അത് കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷനെ മാത്രമേ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാനുള്ള കാര്യം. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? ഇനി നോക്കിക്കേ, ഞാൻ പറഞ്ഞു ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതായത് തുടർച്ചയായി പോകുന്ന ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതായത് ഒരു ബ്രേക്കും വരാത്ത രീതിയിലുള്ള ഫംഗ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഫംഗ്ഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? നോക്കിക്കേ, ഞാനൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ഇങ്ങനൊരു ഗ്രാഫ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പഠിക്കുന്നതാണ്. ഇത് നമ്മുടെ സൈൻ എക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈൻ വേവിന്റെ ഗ്രാഫാണത്. സൈൻ ഫംഗ്ഷന്റെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനായ സൈൻ ഫംഗ്ഷന്റെ ഗ്രാഫാണ്. കണ്ടോ, ഇതൊരു തുടർച്ചയായ ഗ്രാഫ് അല്ലേ? ഇത് എവിടെയെങ്കിലും വെച്ച് ബ്രേക്കായി നിന്ന് പോകുന്നുണ്ടോ? ബ്രേക്ക് ആവുന്നില്ലല്ലോ. എവിടെയെങ്കിലും വെച്ചെന്ന് പറഞ്ഞാൽ ഈ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു ബ്രേക്ക് വരുന്നുണ്ടോ? ഇല്ല. സോ അതൊരു കണ്ടിന്യൂസ് ഗ്രാഫിന് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉദാഹരണമാണ് സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ കോസ് ഫംഗ്ഷനും അങ്ങനെ തന്നെ, ടാൻ ഫംഗ്ഷനും അങ്ങനെ തന്നെ. അതായത് നമുക്ക് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കേട്ടോ, അതുപോലെ കണ്ടോ, ഈ ഫംഗ്ഷൻ കണ്ടോടെ, ഇത് എന്തിന്റെ ഫംഗ്ഷൻ ആണെന്നറിയാമോ? ഇത് മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫാണ്. എന്താണ്? മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. കണ്ടോ, ഇതും ഒരു കണ്ടിന്യൂസ് ആയ ഗ്രാഫ് അല്ലേ? മോഡുലസ് ഫംഗ്ഷന്റെ ഗ്രാഫ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് എക്സിന് പ്രധാനമായിട്ടും 2 വാല്യൂസ് അല്ലേ? ഇപ്പൊ എക്സിന്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മോഡ് എക്സ് വരാം. അതായത് ഇപ്പൊ മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന്റെ വാല്യൂ പോസിറ്റീവ് വരാം അല്ലെ? മോഡ് എക്സ് ഈക്വൽ ടു +x വരും. എപ്പോഴാ? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ. അതുപോലെ തന്നെ മോഡ് എക്സിന്റെ വാല്യൂ -x വരും. എപ്പോഴാ? എക്സ് ലെസ് ദാൻ 0 വരുമ്പോൾ. അതായത് മോഡ് എക്സിന് 2 വാല്യൂസ് ഉണ്ട്. അതിന്റെ ഈ പറഞ്ഞ എന്താണ് മോഡ് എക്സിന്റെ ആ ഒരു കാര്യമാണ് ഞാൻ ഈ ഗ്രാഫ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കേ, ഇത് മോഡ് എക്സിന്റെ ഗ്രാഫാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുമ്പോൾ ഇപ്പൊ ഇത് -x ഇത് +x കണ്ടോ, ഇത് 0. ഈ 3 വാല്യൂസ് വരത്തില്ല. -x +x. ഇതാണ് മോഡ് എക്സിന്റെ ഗ്രാഫ്. ഇതും എന്താണ്? കണ്ടിന്യൂസ് അല്ലേ? എവിടെയെങ്കിലും നിന്ന് പോകുന്നുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് മനസ്സിലായി? മോഡ് എക്സും ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പൊ സൈൻ എക്സും
അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉദാഹരണമാണ്. ഓക്കെ, എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഇനി നോക്കും, ഇനി ഞാൻ പറഞ്ഞു സൈൻ എക്സും മോഡ് എക്സും മാത്രമൊന്നും അല്ല, നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എവരി പോളിനോമിയൽ ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. ഏതൊരു പോളിനോമിയൽ ഫംഗ്ഷൻസ് എടുത്തോട്ടെ, x² + 5x + 7 കണ്ടിന്യൂസ് ആണ്. x³ - 3x + 9 അതും കണ്ടിന്യൂസ് ആണ്. x - 2 കണ്ടിന്യൂസ് ആണ്. എന്തുകൊണ്ട്? അതെല്ലാം ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ. പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പൊ പോളിനോമിയൽസ് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫംഗ്ഷൻസും എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത് നോക്കിയേ, എവരി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. അപ്പൊ എവരി പോളിനോമിയൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണെന്ന് ഞാൻ പറഞ്ഞു, എക്സാമ്പിളും പറഞ്ഞു. അടുത്ത് നോക്കിക്കേ, എവരി ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ്. ഏതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എടുത്താലും അതും കണ്ടിന്യൂസ് ആണ്. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്താണെന്നും ഒക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, പറഞ്ഞു. അപ്പൊ ഏതൊക്കെയാ? സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് അല്ലെ, കൊസീക് എക്സ്, സീക് എക്സ്, കോട്ട് എക്സ്, അതെല്ലാം എന്താണ്? കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നമുക്ക് അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കണേ. ഇനി അടുത്ത് നോക്കിക്കേ, ഓൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ്. അത് നിങ്ങൾ പുതുതായിട്ട് കേൾക്കുമായിരിക്കും, ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് അല്ലെ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്, എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. നോക്കിയാൽ ഞാൻ പറയുവാണ്, സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ തീറ്റയാണെന്നിരിക്കട്ടെ. ഉദാഹരണം, സപ്പോസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇഫ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു തീറ്റ അല്ലെ. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എന്തായിരിക്കും അറിയാമോടെ? സൈൻ എക്സ് ആണ് തീറ്റ. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും? നമ്മൾ പറയുക എക്സ് എങ്ങനെ എഴുതാൻ അറിയാമോ? സൈൻ ഇൻവേഴ്സ് തീറ്റ. കണ്ടോ, ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. സൈൻ എക്സിന്റെ വാല്യൂ തീറ്റയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈൻ ഇൻവേഴ്സ് തീറ്റ. മനസ്സിലായോ? അതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. ഇപ്പൊ സൈൻ മാത്രമല്ല, കോസ് വെച്ച് എഴുതാം, ടാൻ വെച്ച് എഴുതാം അല്ലെ, കൊസീക്ക്, സീക്ക്, കോട്ട് എന്ത് വെച്ച് വേണേലും എഴുതാം. അപ്പൊ നമുക്ക് പറയാം, ജനറലൈസ് ചെയ്ത് എല്ലാ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, കോട്ട് ഇൻവേഴ്സ് എക്സ് എല്ലാം കണ്ടിന്യൂസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയെ കുറിച്ച് തൽക്കാലം പഠിക്കാനില്ല, അതുകൊണ്ടാണ് കൂടുതലായിട്ട് പറയാത്തത്. ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ നേച്ചർ. അടുത്തത്, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി ഞാൻ പറയുവാണ്, രണ്ട് ഫംഗ്ഷൻസ് നോക്കിക്കേടാ. എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എക്സ് മറ്റൊരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എന്താണ്? ലിമിറ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, ലിമിറ്റ്സിന്റെ കാര്യം അല്ലെ. അതുപോലെ തന്നെ കണ്ടിന്യൂറ്റിയിൽ വന്നാലും ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന മറ്റൊരു ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? എഫ് ഓഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും കൂടി സം എടുക്കുകയാണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ജി ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന്റെ സമ്മായി വരുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ ഇനി എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ? എളുപ്പമല്ലേ? ഇനി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഒരു ഫംഗ്ഷൻ ആണ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫംഗ്ഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ? അടുത്ത എന്തായിരിക്കും? ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. മനസ്സിലായി? എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ്, ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ ജി ഓഫ് എക്സും കണ്ടിന്യൂസ് ആയിരിക്കും. മനസ്സിലായല്ലോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? അടുത്ത് നോക്കിക്കേടെ. ഇഫ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ്, ജി ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് ഓഫ് ജി ഓഫ് എക്സ് ഈസ് ഓൾവേസ് കണ്ടിന്യൂസ്. എഫ് ഓഫ് ജി ഓഫ് എക്സ്, ഞാൻ ഇത്രയും നേരം പറഞ്ഞ അഡിഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണും. എന്താണ് ഈ എഫ് ഓഫ് ജി ഓഫ് എക്സ്? അത് നമ്മൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ പറയും. എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടോ, ഒരു ഫംഗ്ഷനകത്ത് മറ്റൊരു ഫംഗ്ഷൻ വരുവാണ്. മനസ്സിലായി? എന്താണ്? കോമ്പോസിഷൻ ഓഫ് ടു ഫംഗ്ഷൻസ്. അതാണ് എന്താണ് എഫ് കോമ്പോസിഷൻ ജി എന്നൊക്കെ നമ്മൾ പറയുന്നത്. എഫ് ഓഫ് ജി ഓഫ് എക്സ് കണ്ടോ. ഇപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവർ പറഞ്ഞു സൈൻ എക്സ് ആണ്, ജി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്താണ്? അപ്പം എഫ് ഓഫ് ഒരെണ്ണത്തിനകത്ത് വേറൊരെണ്ണം ഇരിക്കുകയാണ് കേട്ടോ. എഫ് ഓഫ് ജി, നമ്മൾ ഇങ്ങനെ എഴുതുന്നത് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ
നമ്മൾ വേറൊന്നും ചെയ്യാനില്ലടാ. എഫ് ഫസ്റ്റത്തെ ഫംഗ്ഷൻ ഏതാ? സൈൻ ആണ്, സൈൻ എക്സ്. അപ്പൊ സൈൻ അവിടെ വരെ എഴുതിയിട്ട് എക്സ് കാണുന്നിടത്ത് ഇവിടെ എന്തുവാടെ? ജി ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് സ്ക്വയർ അല്ലേ, അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എഫ് ഓഫ്, അപ്പോൾ സൈൻ ഓഫ്, കണ്ടോ, സൈൻ ഓഫ് എക്സിന് പകരം എന്താണ് ജി ഓഫ് എക്സിന്റെ വാല്യൂ? സൈൻ ഓഫ് എക്സ് സ്ക്വയർ. കണ്ടോ, ഇതാണ് എഫ് ഓഫ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണല്ലോ. ഇനി തിരിച്ചാണെങ്കിലോ, ജി ഓഫ് സൈൻ ഓഫ് എക്സ്, ഞാൻ പറയാം ജി ഓഫ് എക്സ് ആണെങ്കിലോ, ജി ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിലോ നമുക്ക് എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? അപ്പൊ ജി ഓഫ് എക്സ് എന്താണെന്ന് നോക്കണം. ജി ഓഫ് എക്സ് എന്താ? എക്സ് സ്ക്വയർ അല്ലേ? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ അതിനകത്ത് എക്സിന് പകരം നമ്മൾ ഏതിട്ട് കൊടുക്കണം? സൈൻ എക്സ് ഇട്ട് കൊടുക്കണം അല്ലേ? അപ്പൊ എന്താണ്? സൈൻ സ്ക്വയർ എക്സ് എന്ന് വരും നമുക്ക്. മനസ്സിലായി? അതായിരിക്കും എന്ത്? എഫ് ഓഫ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അതാണ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും രണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണെങ്കിൽ അവരുടെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഈസി അല്ലേ? ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഒന്ന് എക്സ്പെക്ട് ചെയ്യാം. ഈ അസേർഷൻ റീസൺ വരുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്ന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ക്ലിയർ? അടുത്തത് ഇനി നമ്മൾ പ്രോബ്ലത്തിലേക്ക് കടക്കുവാണ് കേട്ടോ. പ്രോബ്ലത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ് പഠിച്ചില്ലേ? ലിമിറ്റ് അല്ലേ? നമ്മൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ എന്താണ്? ഒരു ഫംഗ്ഷന്റെ ഒരു പർട്ടിക്കുലർ വാല്യൂവിലുള്ള ലിമിറ്റാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നു നമ്മൾ. എന്താ? നമ്മൾ രണ്ട് ലിമിറ്റ് കണ്ടുപിടിച്ചു. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചു, റൈറ്റ് ഹാൻഡ് ലിമിറ്റും കണ്ടുപിടിച്ചു. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയി വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ പറഞ്ഞത് അതിന്റെ ലിമിറ്റ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞത് അല്ലേ? ആ ഒരു നമ്പറിന് ആ വാല്യൂവിൽ ലിമിറ്റ് ഉണ്ട്, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ കണ്ടിന്യൂസിലോട്ട് വരുമ്പോൾ വേറെ ഒന്നുമില്ലടാ, ഒരു ചെറിയൊരു പോയിന്റ് കൂടി മാത്രം എക്സ്ട്രാ ആവുന്നേ ഉള്ളൂ. എന്താണെന്നറിയാമോ? നോക്കിക്കേ, നമ്മൾ പറഞ്ഞത് ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു ഇത് എ ആണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സിന്റെ എയിലെ ബിഹേവിയറിനെ കുറിച്ച് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മൈനസ് എ എന്നൊരു പോയിന്റ് ഉണ്ട്, പ്ലസ് എ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ ചെയ്തത്? നമ്മൾ എന്തായിരുന്നു ലിമിറ്റ് കണ്ടുപിടിച്ചത്? എഫ് ഓഫ് എക്സിന്റെ എയിലെ ബിഹേവിയർ കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് മൈനസ് എയും കണ്ടുപിടിച്ചു, എഫ് ഓഫ് പ്ലസ് എയും നമ്മൾ കണ്ടുപിടിച്ചു. രണ്ടും കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കി അല്ലേ? അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അവർക്കൊരു ലിമിറ്റ് ഉണ്ട്, അഥവാ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ക്ലിയർ അല്ലേ? അത്രയും ഓക്കെ ആണല്ലോ? ആണ്. ഇനി എന്താണ് കണ്ടിന്യൂറ്റി അഥവാ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു തുടർച്ചയായിരിക്കണം, അവിടെ ഒരു ബ്രേക്ക് വരാൻ പാടില്ല, അപ്പൊ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എഫ് ഓഫ് എയിൽ ഒരു വാല്യൂ കണ്ടുപിടിച്ചു, എഫ് ഓഫ് മൈനസ് എയിൽ ഒരു വാല്യൂ ഞാൻ കണ്ടുപിടിച്ചു. കണ്ടോ? അപ്പൊ ഇവിടെ എഫ് ഓഫ് മൈനസ് എയിൽ ഒരു വാല്യൂ ഇതാണെന്ന് ഇരിക്കട്ടെ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു? എഫ് ഓഫ് എയിലെ വാല്യൂവും കണ്ടുപിടിച്ചു, എഫ് ഓഫ് പ്ലസ് എയിലെ വാല്യൂവും കണ്ടുപിടിച്ചു. ക്ലിയർ ആണല്ലോ? അതും കണ്ടുപിടിച്ചു. എന്നിട്ട് അപ്പൊ നോക്കിക്കേ, ഇവിടെ വേറൊരാളില്ലേ? എഫ് ഓഫ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടിയില്ലേ? കറക്റ്റ് എക്സാക്ട് ആ എഫ് ഓഫ് എ എന്ന് പറയുന്ന ഒരു പോയിന്റ് കൂടിയില്ലേ? അപ്പോൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിലേ നമ്മൾ ആ എഫ് ഓഫ് എയിലെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. എന്താ ലിമിറ്റ് പറഞ്ഞപ്പോൾ എഫ് ഓഫ് മൈനസ് എയും എഫ് ഓഫ് പ്ലസ് എയും മാത്രം മതിയായിരുന്നു. എന്നിട്ട് അത് രണ്ടും ഈക്വൽ ആണോ അല്ലയോ നോക്കിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ആണ്. എന്നാൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എഫ് ഓഫ് മൈനസ് എയും വേണം, എഫ് ഓഫ് എന്താണ് എയും എ പ്ലസും വേണം, എഫ് ഓഫ് എ പ്ലസും വേണം, അതുപോലെ തന്നെ എഫ് ഓഫ് എയിലെ വാല്യൂവും വേണം. എഫ് ഓഫ് എയിലെ വാല്യൂ കൂടി എടുക്കണം. അപ്പോഴല്ലേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി, അപ്പോഴല്ലേ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും, തുടർച്ചയായിട്ട് പോകും. അതല്ലെങ്കിൽ ഇവിടെ ഒരു ബ്രേക്ക് വരത്തില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി. കണ്ടിന്യൂറ്റി, തുടർച്ച വേണം. അപ്പോൾ ഇങ്ങനെ പോകണമെങ്കിൽ തുടർച്ചയായിട്ട് പോകണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് വേണം? എഫ് ഓഫ് മൈനസ് എയിലെ വാല്യൂവും വേണം, എഫ് ഓഫ് എയിലെ വാല്യൂവും വേണം, എഫ് ഓഫ് എ പ്ലസിലെ വാല്യൂവും വേണം. ഈ മൂന്ന് വാല്യൂസും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതർവൈസ് കണ്ടിന്യൂസ് അല്ല, നോട്ട് കണ്ടിന്യൂസ്. അതർവൈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇപ്പൊ ഞാൻ പറയുകയാണ് ഈ എ എന്ന് പറയുന്ന പോയിന്റ് ഞാനിപ്പോൾ ഒരു കണക്ക് ചെയ്ത് വന്നപ്പോൾ എനിക്ക് എഫ് ഓഫ് മൈനസ് എയും എഫ് ഓഫ് പ്ലസ് എയും എനിക്ക് ഒരേപോലെ വന്നു, ഈക്വൽ ആയിട്ട് എനിക്ക് വന്നു. പക്ഷേ ഈ വാല്യൂ അല്ല എഫ് ഓഫ് എയിലെ വാല്യൂ എന്നിരിക്കട്ടെ. ഇത് രണ്ടും ഈക്വൽ ആണ്, പക്ഷെ ഇത് എഫ് ഓഫ് എയിലെ വാല്യൂ അല്ല. അപ്പൊ ഞാൻ പറയുവാണ് അത് കണ്ടിന്യൂസ് അല്ല. എന്തുകൊണ്ടാണ്? എഫ് ഓഫ് എയിൽ വേറൊരു വാല്യൂ വന്നുകൊണ്ട് കണ്ടിന്യൂസ് അല്ല. പക്ഷേ ഞാൻ പറയുവാണ് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എ എന്ന് പറയുന്ന പോയിന്റിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് എനിക്ക് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അതാണ് കണ്ടിന്യൂസ് അഥവാ കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഒരു ചെറിയൊരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും സോൾവ് ചെയ്യാൻ പറ്റും കേട്ടോ. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാടെ.
കൺസിഡർ ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 if x less than or equal to 0 and 2 if x greater than 0 is this function is continuous. കണ്ടോ, ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സിലെ വാല്യൂ തന്നിട്ടുണ്ട്. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയപ്പോൾ ഒരു വാല്യൂ, എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആയപ്പോൾ മറ്റൊരു വാല്യൂ. അങ്ങനാണെങ്കിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ കണ്ടിന്യൂസ് ആണോ എന്ന് തെളിയിക്കാൻ നമ്മൾ എന്ത് വേണമെന്നാ പറഞ്ഞത്? ഞാൻ നേരത്തെ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? അവിടുത്തെ എഫ് ഓഫ് മൈനസ് അല്ലേ, മൈനസ് എയിലെ വാല്യൂവും വേണം, എഫ് ഓഫ് പ്ലസ് എ പ്ലസിലെ വാല്യൂവും വേണം, എഫ് ഓഫ് എയിലെ വാല്യൂവും വേണം. എല്ലാം ഈക്വൽ ആയി വന്നാൽ കണ്ടിന്യൂസ് ആണ്. അതർവൈസ് കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ല, ഇസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ്. ക്ലിയർ? തെളിയിക്കാം, നോക്കാം. നമ്മൾ പോയിന്റ് ഏതാ, ലിമിറ്റ് ഏതാ പറഞ്ഞിരുന്നത്? ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാലേ ഏതാണോ അവർ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് നോക്കാം. ഇവിടെ ഏതാണ്? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അല്ലേ, ഇവിടെ ഗ്രേറ്റർ ദാൻ 0 അല്ലേ, അതായത് ആ പറഞ്ഞിരിക്കുന്ന ഏതാണ് നമ്പർ? 0 അല്ലേ. അപ്പൊ നമ്മൾ ആ 0നെ വെച്ച് വേണം എടുക്കാൻ കേട്ടോ. അപ്പൊ ഞാൻ പറയാം 0 ആണ് നമ്മുടെ പോയിന്റ്. 0യിലുള്ള ബിഹേവിയറിനെ ആണ് നമുക്ക് നോക്കാനുള്ളത്. നോക്ക്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താ? എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണ് അല്ലേ. ഞാൻ പറയുവാണ് അപ്പോൾ ലിമിറ്റ്. അപ്പൊ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എടുക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ, അപ്പോൾ 0 മൈനസ്, കണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ 1 ആണ്. 1 ആണ്, കണ്ടോ, ആണ്. ഇനി എന്താണ്? ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ 2 ആണ്. അപ്പോൾ എന്തായിരിക്കും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് അല്ലേ, എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുമ്പോൾ 2 ആയിരിക്കും. 2. ക്ലിയർ ആണല്ലോ? ആണ്. നമ്മൾ മുന്നേ ചെയ്ത ലിമിറ്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നോ അല്ലയോ എന്ന് നോക്കാനാണെങ്കിൽ ഇവിടെ വരെ വെച്ച് ചെയ്താൽ മതിയായിരുന്നു. എന്നിട്ട് ലെഫ്റ്റ് എൽ എച്ചിലും ആർ എച്ചിലും ഒക്കെ ഈക്വൽ ആണോ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനല്ല. നോക്ക്, കണ്ടിന്യൂസ് ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കണ്ടിന്യൂസ് ആണോ എന്ന് തെളിയിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വേറൊരാളിനെ കൂടി കണ്ടുപിടിക്കണം. ആരെയാണ്? എഫ് ഓഫ് 0 കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എഫ് ഓഫ് 0, അതായത് 0 എന്ന് പറയുന്ന പോയിന്റിൽ എന്തിനാണ് വാല്യൂ? നോക്കിക്കേ, 0 എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങളിത് കണ്ടോടെ. 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെ, 0 ആയാണെങ്കിലും 0 ആണെങ്കിലും ലെസ് ദാൻ ആണെങ്കിലും 1 ആണ്. അപ്പൊ എഫ് ഓഫ് 0 വന്നാലും എന്താ? 1 തന്നെയല്ലേ? ആണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ചെക്ക് ചെയ്യണം എഫ് ഓഫ് എന്താണ്, എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും എഫ് ഓഫ് 0യുടെയും വാല്യൂ ചെക്ക് ചെയ്യണം. എൽ എച്ച് എൽ നോക്കി, എൽ എച്ച് എൽ എത്ര വന്നത് നമുക്ക്? എൽ എച്ച് എൽ 1 വന്നു, ആർ എച്ച് എൽ 2 വന്നു, ഇത് എഫ് ഓഫ് 0 1 വന്നു. സോ നമുക്ക് എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് എ. അങ്ങനെ പൂർണ്ണമായും പറയാൻ പറ്റുമോ? ഇല്ല. എന്താണ്? എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ അല്ലേ, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു വാട്ട്? എഫ് ഓഫ് 0 അല്ലെ. മൂന്നും ഈക്വൽ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ദ ഫംഗ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് വിച്ച് പോയിന്റ്? അറ്റ് ദ പോയിന്റ് 0. 0 എന്ന് പറയുന്ന പോയിന്റിൽ നോട്ട് കണ്ടിന്യൂസ് ആണ്. ഓർ ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് 0. ക്ലിയർ? എളുപ്പമല്ലേ? ഈസി ക്വസ്റ്റ്യൻസ് ആണെല്ലാം കേട്ടോ. ആകെ നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ള ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂസിൽ പഠിക്കാനുള്ള വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇതിൽ രണ്ടിൽ നിന്നുകൂടി ചേർത്തായിരിക്കും ഓരോ ക്വസ്റ്റ്യൻ വരുന്നതാണ് എൻ്റെ ഒരു നിഗമനം. കാരണം കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ചേർത്ത് ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഇന്റഗ്രേഷനിലൊന്ന്, ഡിഫറൻസിയേഷനിലൊന്ന്, ഫംഗ്ഷൻസിലൊന്ന്, അങ്ങനെയായിരുന്നു 4 മാർക്കിന് ഡിസ്ട്രിബ്യൂഷൻ പോയതേ. അപ്പോൾ ലിമിറ്റ്സും കണ്ടിന്യൂസും നന്നായിട്ട് അങ്ങ് പഠിച്ചു വയ്ക്കോ. ക്ലിയർ? അപ്പോൾ അടുത്ത് നോക്കാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് വേർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ. ഇവിടെ 3 കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചേ. എഫ് ഓഫ് എക്സ് 3 ആകും ഇഫ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, ആൻഡ് 4 ഇഫ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3, or 5 if 3 less than or equal to x less than or equal to 10. അല്ലേ? ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ. ഈ നമുക്ക് ഈ ഫംഗ്ഷൻസിന്റെ കണ്ടിന്യൂറ്റി ഈ പറയപ്പെട്ട പോയിന്റുകളിലെല്ലാം നമുക്ക് കണ്ടുപിടിക്കണം. നേരത്തെ ക്വസ്റ്റ്യനിലുണ്ടോ 2 ലിമിറ്റ് ഉണ്ടായിരുന്നു. ഒന്ന് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും അല്ലേ, 2 കണ്ടീഷനേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇപ്പം എങ്ങനെ 3 കണ്ടീഷൻ തന്നിട്ടുണ്ട്. അതിന്റെ കണ്ടിന്യൂറ്റി, നമ്മൾ കണ്ടിന്യൂറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നോക്കിയടേ, എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 3 ആകും എപ്പോഴാണ്? ഇഫ് 0
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ അല്ലേ. അപ്പം നമ്മൾ നോക്കാം ഇവിടെ ഏത് നമ്പറിൽ വെച്ചിട്ടാണ് രണ്ട് ലിമിറ്റും പറയുന്നത് നോക്കാം. അപ്പം നോക്കിക്കേ, ഞാൻ പറയും ഇവിടെ 1 എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, 1 ഗ്രേറ്റർ ദാൻ വരുമ്പോൾ വേറൊരു കണ്ടീഷൻ ഉണ്ട്. അപ്പം എനിക്ക് 1നെ ഫസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ലേ? ഞാൻ പറയുവാണ്, നോക്ക് എന്താ ഇപ്പം നമ്മുടെ പോയിന്റ്സ് ഏതൊക്കെയാണ്. ഇപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുത്തു. 1 ലെസ് ദാൻ ആകുമ്പോൾ ഒരു കണ്ടീഷൻ, 1 ഗ്രേറ്റർ ദാൻ ആകുമ്പോൾ വേറൊരു കണ്ടീഷൻ അല്ലേ. നോക്കിയേ, ഞാൻ പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1നേക്കാൾ കുറവാണെങ്കിൽ എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ആണ് അല്ലേടെ 3 അല്ലേ. അതായത് എക്സിന്റെ വാല്യൂ 1നേക്കാൾ കുറവാണെങ്കിൽ ഫംഗ്ഷൻ 3 ആയിരിക്കും. ഇനി 1നേക്കാൾ കൂടുതലാണെങ്കിൽ 1നേക്കാൾ കൂടുതൽ എന്നുള്ളത് 1 ഗ്രേറ്റർ ദാൻ എന്നല്ല നമ്മുടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. പകരം എങ്ങനെയാ? എക്സിന്റെ വാല്യൂ 1നും 3നും ഇടയ്ക്ക്, 1നും 3നും ഇടയ്ക്കെന്നാ പറഞ്ഞേക്കുന്നത്. അതായത് 1നേക്കാൾ കൂടുതലല്ലേ, 1നും 3നും ഇടയ്ക്കെന്ന് പറയുമ്പോൾ 1നേക്കാൾ കൂടുതലും 3നേക്കാൾ ചെറുതും. അപ്പോൾ ഗ്രേറ്റർ ദാൻ 1 എന്നുള്ളത് നമ്മൾ എടുക്കാനുള്ളത് ഏതാ? രണ്ടാമത്തെ പോയിന്റ് ആണ്, രണ്ടാമത്തെ കണ്ടീഷനാണ്. കണ്ടോ, ഇതാണ് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണ് നമ്മൾ എടുക്കാനുള്ളത്. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്കിത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ്, കണ്ടോ 1 പ്ലസ് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ മക്കളെ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്താണ്? 4 ആണ്. കണ്ടോ, ക്ലിയർ ആയോ? അപ്പോൾ അത് കിട്ടി. 1 മൈനസിലൊരു പോയിന്റ്, 1 പ്ലസിലൊരു പോയിന്റ്. ഓക്കെ, അവിടെ വെച്ച് നിർത്താൻ പറ്റുമോ നമുക്ക്? ഇല്ല. കാരണം എന്താണ്? നമ്മളെ 1 എന്ന് പറയുന്ന പോയിന്റിൽ അത് കണ്ടിന്യൂസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യാനുള്ളത്. കണ്ടിന്യൂസ് ആണോ എന്ന്. കണ്ടിന്യൂസ് ആവണമെങ്കിൽ 1 മൈനസിലെയും 1 പ്ലസിലെയും മാത്രം പോരാ, 1ലെയും വേണം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 1 കൂടി കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1 എന്തായിരിക്കും ഇവിടെ? നോക്കിക്കേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൂടി ഇല്ലേ ഇവിടെ? അപ്പോൾ 1ലാണെങ്കിലും ഉള്ള വാല്യൂ എന്താണ്? 3 തന്നെയാണ്. അപ്പോൾ എഫ് ഓഫ് 1ന്റെ വാല്യൂ എഫ് ഓഫ് 1ലായിരിക്കുമ്പോൾ ഉള്ള വാല്യൂ 3 തന്നെയാണ്. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എന്താ കിട്ടി? നമുക്ക് LHL കിട്ടി, RHL കിട്ടി അല്ലേ. പിന്നെന്താ? എഫ് ഓഫ് 1ന്റെ വാല്യൂവും കിട്ടി. ഈക്വൽ ആണോ നോക്കിക്കട്ടെ. LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 1 ആണോ? 3ഉം ഈക്വൽ ആയിട്ട് വന്നോ? നോക്കിക്കേ, 2 എണ്ണം മാത്രം ഈക്വൽ ആയിട്ട് വന്നിട്ട് കാര്യമില്ല കേട്ടോ. 3 എണ്ണവും ഈക്വൽ ആവണം. ഇവിടെ 3 എണ്ണവും ഈക്വൽ ആയിട്ട് വന്നോ? വന്നില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 1. മനസ്സിലായോ? 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഓക്കെ, ഇവിടെ വെച്ച് നിർത്താൻ പറ്റുമോ? നോക്കി, ഇപ്പൊ 1ന്റെ കാര്യം മാത്രമല്ലേ ആയുള്ളൂ. 1നേക്കാൾ കുറവുള്ളതുമായി 1നേക്കാൾ കൂടുതലുള്ളതുമായി. പക്ഷേ വേറൊരാളുടെ കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പൊ അടുത്തത് ആരാണ്? 3 അല്ലേ. അപ്പൊ 3 അല്ലെ ലെസ് ദാൻ 3 ആവുമ്പോൾ ഒരു കണ്ടീഷൻ, ഗ്രേറ്റർ ദാൻ 3 ആവുമ്പോൾ ഒരു കണ്ടീഷൻ അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത നമ്പർ ഏതെടുക്കാം? 3നെ എടുക്കാം. കണ്ടോ, 3 മൈനസിലും 3 പ്ലസിലും ഉള്ള കണ്ടീഷൻസ് എടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, 3 മൈനസിലുള്ള കണ്ടീഷൻ എടുക്കണം, 3 പ്ലസിലുള്ള കണ്ടീഷൻ എടുക്കണം. നോക്കാം, പറയുവാണ് ലിമിറ്റ് LHL ആണ് ഫസ്റ്റ്, എക്സ് ലെസ് ദാൻ 3 മൈനസ് എഫ് ഓഫ് എക്സ്. കണ്ടോ, എക്സ് ലെസ് ദാൻ 3 മൈനസ് എഫ് ഓഫ് എക്സിലെ വാല്യൂ എന്താ? ലെസ് ദാൻ 3 വരുമ്പോൾ 4 ആണ് അല്ലേ. 4 ആണ്. ഓക്കെ, എഴുതി. അടുത്ത എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് കണ്ടുപിടിക്കണം, ഗ്രേറ്റർ ദാൻ 3 വരുമ്പോൾ അല്ലേ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് RHL എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നോക്കിയേ, എന്താണ്? ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുമ്പോൾ 3ക്കും 10നും ഇടയ്ക്ക്, അതായത് ഗ്രേറ്റർ ദാൻ 3 അല്ലേ അത്, 3ക്കും 10നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏതാ? ഗ്രേറ്റർ ദാൻ 3 പ്ലസ് വരുമ്പോൾ 5 അല്ലേ. 5 ആണ്. ഇനി എന്ത് വേണം? എഫ് ഓഫ് 3 കൂടി കണ്ടുപിടിക്കണം. സോ എഫ് ഓഫ് 3 എത്രയാണ്? ഇവിടെ ശ്രദ്ധിക്കണേ, എഫ് ഓഫ് 3 എത്രയാണ്? ഇവിടെ ലെസ് ദാൻ 3 ആയിരുന്നപ്പോൾ 4, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല, ലെസ് ദാൻ 3 വന്നപ്പോഴാണ് 4. ഇനി 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ശ്രദ്ധിക്കണേ. എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെന്റ്, ആ ഒരു കണ്ടീഷൻ നമ്മൾ എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റിലോട്ട് ആക്കുന്നത്? നമ്മുടെ എക്സിന്റെ വാല്യൂ 3ക്കും 10നും ഇടയിലുള്ള ഒരു നമ്പറാണ്. 3ക്കും 10നും ഇടയിലുള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലേ. അപ്പോൾ ഈക്വൽ ടു കൂടി വന്നത് കൊണ്ട് 3യും ആവാം 10നും ആവാം. 3, 4, 5, 6, 7, 8, 9, 10
അല്ലേ? ഇതെല്ലാം വരും, 3യും വരാം 10ഉം വരാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ടാണ്. അതെ, അപ്പൊ നമുക്ക് എഫ് ഓഫ് 3യുടെ വാല്യൂ എങ്ങനെ എടുക്കാടാ? എഫ് ഓഫ് 3യുടെ വാല്യൂ നമുക്ക് 5 ആക്കി എടുത്തൂടെ? 3 ഈക്വൽ ടു വരുന്നുണ്ട്, സോ നമുക്ക് അതിനെ 5 ആക്കി എടുക്കാം അല്ലേ? ഇത് നമ്മൾ എന്ത് വേണം? കണ്ടിന്യൂസ് ആണോ ചെക്ക് ചെയ്യണ്ടേ? അപ്പോഴോ കണ്ടിന്യൂസ് ആവണമെങ്കിൽ LHL ഉം RHL ഉം എഫ് ഓഫ് 3യും ഈക്വൽ ആയിരിക്കണം. ആണോ? LHL ഉം എഫ് ഓഫ് 3യും RHL ഉം എഫ് ഓഫ് 3യും ഈക്വൽ ആണ്, പക്ഷെ LHL അതുമായിട്ട് ഈക്വൽ അല്ല. അപ്പോൾ 3 ഈക്വൽ ആയിട്ട് വരാത്തത് കൊണ്ട് നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 5. 5 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? where the function is defined, discuss the continuity of the function എന്നായിരുന്നു അല്ലേ? അപ്പൊ ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്, ദ ഫംഗ്ഷൻ ഈസ് ഓൺലി ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 3 ആൻഡ് എന്താണ് 1 ആൻഡ് 3 അല്ലേ? 1 എന്ന് പറയുന്ന പോയിന്റിലും 3 എന്ന് പറയുന്ന പോയിന്റിലും എന്താണ് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. 1ലും 3ലും മാത്രം. മനസ്സിലായോ? ആ 2 പോയിന്റിലും മാത്രം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളില്ലേടാ, ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്ന് ഗ്രാഫിക്കലായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം ഡിസ്കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാൻ വേണ്ടി ഗ്രാഫിക്കലായിട്ടൊന്ന് കാണിച്ചു തരാമേ. നോക്കിക്കേ, എന്താണ് എക്സിന്റെ വാല്യൂ അല്ലേ? 0യ്ക്കും 1നും ഇടയ്ക്കാവുമ്പോൾ 3 ആണ് അല്ലേ? 1നും 0യ്ക്കും 1നും ഇടയ്ക്കാവുമ്പോൾ 3 ആണ്. അപ്പം ഞാനൊന്ന് ഗ്രാഫ് വെച്ചൊന്ന് വരയ്ക്കുവാണേടാ, ശ്രദ്ധിച്ചോണേ. ഇതെന്താണ്? ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് എടുത്തേക്കുന്നത് നമ്മൾ ആദ്യം നോക്കണം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഏതൊക്കെയാണ് ലിമിറ്റ്. 0 ഉണ്ട്, 1 ഉണ്ട്, 1 to 3, 3 to 10 ഇങ്ങനെയല്ലേ? 0 to 1, 1 to 3, 3 to 10. അപ്പൊ ഇത് 0, 0 to 1, 1 to 3, 3 to 10 ഇങ്ങനെയല്ലേ? 0 to 1, 1 to 3, 3 to 10. അപ്പൊ 0 to 1 ആകുമ്പോഴുള്ള വാല്യൂ എന്താ? 0 to 1 ആകുമ്പോഴുള്ള വാല്യൂ എന്താ? 3 ആണ് അല്ലേ? ഓക്കെ, ഇനി എന്താണ്? 1നും 3ക്കും ഇടയ്ക്കാണെങ്കിൽ, 1നും 3ക്കും ഇടയ്ക്കാണെങ്കിൽ എന്താണ്? 1 to 3 ആവുമ്പോൾ 4 ആണ് അല്ലേ? അപ്പൊ 3, 4, 1 to 3, 1നും 3ക്കും ഇടയ്ക്ക്. ഇത് 0യ്ക്കും 1നും ഇടയ്ക്ക് കണ്ടോ? ഇത് 1നും 3ക്കും ഇടയ്ക്ക്. ഇനി എന്താ? 5, 3 to 10, 3ക്കും 10നും ഇടയ്ക്കാണ് 5 എന്ന് പറയുന്ന വാല്യൂ. അത് 3ക്കും 10നും ഇടയ്ക്ക് അല്ലേ? 3 to 10 ഇവിടെ അല്ലേ കറക്റ്റ്? അപ്പോൾ ഇങ്ങനെ പോകും. ഓക്കെ, ഈ ഗ്രാഫ് കാണുമ്പോൾ ഡൗട്ട് തോന്നാം, എക്സാക്ട് പോയിന്റ് നമ്മൾ മെഷർമെന്റ് എടുത്തല്ലോ വരച്ചേക്കുന്നത്, റഫായിട്ട് വരച്ചല്ലേ? ചിലപ്പോൾ ചെറുതായിട്ട് 3യോട് അടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ തോന്നും കേട്ടോ. എക്സാക്ട് ആയിട്ട് നമ്മൾ കറക്റ്റ് എക്സ് ആക്സും വൈ ആക്സും ഒക്കെ കറക്റ്റ് ഒരു അളവൊക്കെ എടുത്ത് വരയ്ക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് വരുവേ. അപ്പോൾ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇനി എങ്ങനെയാണ് നമ്മളിതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ അറിയാമോ? നോക്കിയേ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആവുമ്പോൾ 3. അതായത് നമുക്ക് ഇങ്ങനെ വരും ഗ്രാഫ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയതുകൊണ്ട് നമ്മൾ ഈ റൗണ്ടിനെയും കൂടി ഇങ്ങനെ ഡാർക്ക് ചെയ്യണം കേട്ടോ. ഇത് മുമ്പ് നിങ്ങൾ കഴിഞ്ഞ ഫംഗ്ഷൻസിലൊക്കെ പഠിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. എനിക്ക് തോന്നുന്നു പഠിച്ചു കാണുമെന്ന്. എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞതാണ്, ഈ പറഞ്ഞ കണ്ടിന്യൂസ് എന്ന് പറയുന്ന കണ്ടീഷനെ ഒന്ന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. നിങ്ങളെല്ലാം ചെയ്യാമെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതെന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ് ഞാനിപ്പോൾ കാണിച്ചത്. ക്ലിയർ? ഇനി എന്താണ്? 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3, 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആവുമ്പോൾ 4. അതായത് 1 to 3 ആവുമ്പോൾ 4 ഇങ്ങനെ വരും. കണ്ടോ ഗ്രാഫ്? ഇങ്ങനെ വരും. ഇതിന് അകത്ത് റൗണ്ട് മാർക്ക് ചെയ്യണോ? ബബിള്. അപ്പോൾ 1 to 3 എന്താ? 1 to 3 4 ആണ്. 1 to 3 4 വാല്യൂ കൊടുത്തു. പക്ഷേ ബബിൾ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഡാർക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വരുന്നില്ല, ലെസ് ദാൻ എന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ നമ്മൾ ഡാർക്ക് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായോ? അടുത്ത എന്താ? 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ 10. അപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 5 എന്ന വാല്യൂ കിട്ടിയത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുന്നത് ഇങ്ങനെ. അവിടെ എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേടാ? അപ്പോൾ നമുക്ക് അതിന് ഡാർക്കൻ ചെയ്യണം. കണ്ടോ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നുകൊണ്ട് ഡാർക്കൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ് പോണത് കേട്ടോ അല്ലേ? അതായത് നിങ്ങൾ നോക്കിക്കേ, ഈ പോയിന്റിൽ ഇപ്പോൾ 1 എന്ന് പറയുന്ന ഒരു പോയിന്റിലും ഇവിടെ 3 എന്ന് പറയുന്ന ഒരു പോയിന്റിലും ഇങ്ങനെയല്ലേ? 3 എന്ന് പറയുന്ന പോയിന്റിലും ഇവിടെ 1 എന്ന് പറയുന്ന പോയിന്റിലും ശരിക്കും പറഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടില്ലേ? ഇവിടെ വെച്ച് ബ്രേക്ക് വരുന്നില്ലേ? അതാണ് ഡിസ്കണ്ടിന്യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ട എവിടെയൊക്കെയാണ്? ഈ 1 എന്ന് പറയുന്ന പോയിന്റിലും 3 എന്ന് പറയുന്ന പോയിന്റിലുമാണ് കണ്ടിന്യൂറ്റി പോയത്. അതാണ് മനസ്സിലായോ? അതാണ് അവർ പറഞ്ഞത് ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 1 and 3 എന്ന് പറഞ്ഞത്. ക്ലിയർ ആണല്ലോ?
ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കലായിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x + 3 at x less than or equal to 2 and 2x - 3 when x greater than 2. എങ്ങനെയാണ് കണ്ടിന്യൂറ്റി നമുക്ക് നോക്കാം. എങ്ങനെയായിരിക്കും കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ? ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ പോയിന്റ് ഏതാണെന്ന് നോക്കണം. പോയിന്റ് ഏതാണ് ഇവിടെ? 2. അപ്പോൾ 2ലുള്ള LH കണ്ടുപിടിക്കണം, RH കണ്ടുപിടിക്കണം. എന്നിട്ട് എന്ത് വേണം? എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. എന്നിട്ട് 3 ഈക്വലായിട്ട് വരുവാണെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. 3 ഈക്വലായിട്ട് വന്നില്ലെങ്കിൽ ആ പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. അത്രയേ ഉള്ളൂ. നോക്കാം. ലിമിറ്റ് ഏതാണെന്ന് നമുക്ക് മനസ്സിലായി. 2 ആണ് നമ്മുടെ പോയിന്റ്. കണ്ടോ? 2 ആണ്, 2 മൈനസ് ആണ്, 2 പ്ലസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2വിനേക്കാൾ കുറവാണെങ്കിൽ, ലെസ് ദാൻ 2 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2x + 3 ആണ്. 2x + 3 ആണ് അല്ലേ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നമുക്ക് വാല്യൂ ഒന്നും ഇട്ട് കൊടുക്കാനില്ല. നമുക്ക് ഇപ്പോൾ വാല്യൂ ഉണ്ട്. നോക്കിക്കേ, 2 മൈനസ് അല്ലേ? അപ്പം 2 × 2 + 3 എത്രയാണ്? 4 + 3. 4 + 3 എത്രയാണ്? 7. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി. ഇനി എന്ത് വേണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പൊ എന്ത് വരുടാ? എന്താണ്? ഗ്രേറ്റർ ദാൻ 2 അല്ലേ? എക്സ് ടെൻസ് ടു 2 പ്ലസ് ആവുമ്പോൾ ഗ്രേറ്റർ ദാൻ 2 അല്ലേ? 2x - 3 ആണ്. 2x - 3. അപ്പോൾ എന്തുവരും? 2 × എക്സിന് പകരം 2 -3. സോ 4 - 3 അഥവാ 1 എന്ന് വരും. കണ്ടോ? 1 എന്ന് വന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് ഓഫ് LHLന്റെ വാല്യൂ നമുക്ക് 7ഉം കിട്ടി. RHLന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 1ഉം കിട്ടി അല്ലേ? LHL 7ഉം RHL 1ഉം കിട്ടി. ഇനി എന്ത് വേണം? ഇനി നമ്മൾ എഫ് ഓഫ് 2 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 2 എന്താണ്? എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? സോ എഫ് ഓഫ് 2 2x + 3 ആണ്. അതായത് 2 × 2 + 3. 4 + 3 നമുക്ക് 7 തന്നെ വന്നു. അപ്പോഴോ എന്ത് കിട്ടിയടേ? എഫ് ഓഫ് 2ന്റെ വാല്യൂവും LHLന്റെ വാല്യൂവും RHLന്റെ വാല്യൂവും ഈക്വൽ ആയിട്ട് വന്നോ? ഈക്വൽ ആണോ എല്ലാം? അല്ല. ഈക്വൽ അല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് കണ്ടിന്യൂസ് അല്ല. ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 2. ക്ലിയർ ആണല്ലോ? ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x + 1 if x greater than or equal to 1 and x² + 1 if x less than 1. check the function is continuous or not. എങ്ങനെ ചെയ്യാം? നമ്മുടെ പോയിന്റ് ഏതാണെന്ന് ആദ്യം സെലക്ട് ചെയ്യണം. 1 ആണ് നമ്മൾക്കുള്ള പോയിന്റ്. സോ 1 മൈനസിലുള്ളതും വേണം, 1 പ്ലസിലുള്ളതും വേണം, 1ലുള്ളതും വേണം. 3 ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂസ്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. പെട്ടെന്ന് വാ ചെയ്യാം. സോ LHL ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1 മൈനസ്, ശ്രദ്ധിക്കണേ, 1 മൈനസ് വരുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? ഇതാണ്. എക്സ് ലെസ് ദാൻ 1 ആണ്. അപ്പോൾ 1 മൈനസ് ഇതല്ലേ? x² + 1. x² + 1. അപ്പോഴോ എക്സിന് പകരം 1 ഇട്ട് കൊടുത്തു. 1² + 1 2 എന്ന് വന്നു. സോ നമുക്ക് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. സോറി, എഫ് ഓഫ് എക്സിന്റെ അല്ല, എഫ് ഓഫ് എക്സ് വെൻ എക്സ് ടെൻസ് ടു 1 മൈനസ്, അതായത് നമുക്ക് LHLന്റെ വാല്യൂ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. RHL നോക്കാം. RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താ? എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് എന്താടാ? എക്സ് പ്ലസ് 1 ആണ്. എക്സ് പ്ലസ് 1. അപ്പോഴോ ഇസ് ഈക്വൽ ടു 1 + 1. 1 + 1 2 തന്നെയല്ലേ? സോ നമുക്ക് RHL എന്ത് കിട്ടി? 2 കിട്ടി. ഇനി എന്ത് വേണം? നമുക്ക് എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1 എന്താ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് അല്ലേ? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വരുമ്പോൾ എക്സ് പ്ലസ് 1. സോ 1 + 1 2 തന്നെ കിട്ടി. നോക്കിക്കേ. അപ്പൊ എന്ത് വന്നു? എഫ് ഓഫ് എക്സിന്റെ വാല്യൂവും എഫ് ഓഫ് 1ന്റെ വാല്യൂവും LHLന്റെ വാല്യൂവും RHLന്റെ വാല്യൂവും എല്ലാം ഈക്വൽ ആയിട്ട് വന്നു. സോ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് പറയാം ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k if the function is continuous at x is equal to 5. കണ്ടോ? നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന വേറൊരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ ചെയ്ത് വേറൊരു പാറ്റേൺ, അതായത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്തതാണ് അല്ലെ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം. ഇനി ഇപ്പൊ പറയുന്നത് എന്താ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൽ നിന്ന് kയുടെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ? നോക്കാം.
ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് സെറ്റ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മുടെ പോയിന്റ് ഏതാണെന്ന് ചെക്ക് ചെയ്യാം. പറഞ്ഞതുപോലെ ഫസ്റ്റ് നമ്മുടെ പോയിന്റ് ഏതാ ഇവിടെ? എക്സ് ഇസ് ഈക്വൽ ടു 5 ആണ്. 5 അല്ലേ പോയിന്റ്? അപ്പം നമ്മൾ 5 സെലക്ട് ചെയ്തു. കണ്ടിന്യൂസ് ആണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. ശ്രദ്ധിക്കണേ, കണ്ടിന്യൂസ് ആണെന്ന് ഇവർ ഓൾറെഡി പറയുന്നുണ്ട്. അപ്പോൾ ഇത് 5 ആണ്, ഇവിടെ 5 മൈനസ് ആണ്, ഇവിടെ 5 പ്ലസ് ആണ്. അപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ? കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഞാൻ പറയുവാണ്, സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്, കണ്ടിന്യൂസ് ആണ് ഞാൻ പറയുക എന്താണ്? എഫ് ഓഫ് 5 ഇസ് ഈക്വൽ ടു LHL ഇസ് ഈക്വൽ ടു RHL. ഇങ്ങനെ ഞാൻ ആദ്യമേ അങ്ങ് എഴുതി. എന്തുകൊണ്ടാണ് എഴുതിയത്? ക്വസ്റ്റനിൽ ഓൾറെഡി അവർ പറയുന്നുണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കണ്ണടച്ച് ഇങ്ങനെ എഴുതി വെച്ചത്. ഓക്കെ, ഇനി കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്ത് വേണം? കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. സുഖമായിട്ട് ചെയ്തൂടെ? എനിക്ക് എന്ത് കിട്ടി? LHL ഇസ് ഈക്വൽ ടു RHL ആണെന്ന് കിട്ടി. അപ്പോൾ LHL എങ്ങനെയാണ് കിട്ടുന്നത്? നമുക്ക് നോക്കാം. LHL എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 5 ആകുമ്പോഴുള്ള കണ്ടീഷൻ അല്ലേ? അപ്പോൾ LH ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. അതേതാണ്? k+1 ആണ്. k+1 ആണ് കണ്ടോ? അതേപോലെ അങ്ങ് എഴുതി. ഇനി RHL എന്താണ്? അതായത് എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5 ആവുമ്പോഴാണ്. എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 5. അപ്പോൾ RHL ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. എന്തായിരിക്കും ഇവിടെ? RHL 3x മൈനസ് 5 അല്ലേ? 3x മൈനസ് 5 ആണ്. അതായത് എക്സിന്റെ പകരം എന്താ? 5 ഇട്ട് കൊടുക്കണം. നേരത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ എക്സിന് പകരം 5 ഒന്നും ഇട്ട് കൊടുത്തില്ല, കാരണം എക്സ് ഇല്ലായിരുന്നു. നോക്കിക്കേ, ഇവിടെ എക്സ് ഇല്ലല്ലോ, k+1 എന്നല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ആ ഒരു ഡൗട്ട് തോന്നരുതേ. അപ്പോൾ 3x മൈനസ് 5, അപ്പോൾ 3 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കാം? 5 കൊടുക്കാം. മൈനസ് 5, അപ്പോൾ 15 മൈനസ് 5. സോ നമുക്ക് 10 എന്ന് വന്നു അല്ലേ? ഫംഗ്ഷൻ കണ്ടിന്യൂസ് എന്നാ പറഞ്ഞേ. അപ്പോൾ LHL RHL മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ? നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ തൽക്കാലം ഇത് രണ്ടും കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇത് മൂന്നും ഈക്വൽ ആയിട്ട് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് വേണം? എഫ് ഓഫ് 5 കൂടി ഒന്ന് നോക്കണം. എഫ് ഓഫ് 5 കൂടി നോക്കാം. എഫ് ഓഫ് 5 എന്ത് വരും ഇവിടെ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 വരുമ്പോൾ k+1 തന്നെയാണ്. k+1 തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഇനി എന്ത് ചെയ്യാം? രണ്ട് ഫംഗ്ഷൻസ് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് LHL ഇസ് ഈക്വൽ ടു RHL ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5 ആണ് അല്ലേ? അങ്ങനെ എഴുതാം. അപ്പോൾ ഇക്വേറ്റ് ചെയ്ത് എഴുതാം. സോ LHL ഇസ് ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 5 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? LHL എന്താ ഇവിടെ? k+1. RHL എന്താ? 10 കിട്ടി അല്ലേ? അപ്പം ഞാൻ എഴുതുകയാണ് k+1 ഈസ് ഈക്വൽ ടു 10. ഇറ്റ് ഈസ് ഈക്വൽ ടു വീണ്ടും എഫ് ഓഫ് 5 k+1 തന്നെയാണ്. നമുക്ക് 3 എണ്ണം ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ 2 ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താൽ മതി. സോ അതുകൊണ്ടാണ് 2 എണ്ണം മാത്രം എടുത്ത് മൂന്നാമത്തെ എടുക്കാത്ത കേട്ടോ. കാരണം k+1 തന്നെയല്ലേ 2 വട്ടവും വന്നിരിക്കുന്നത്. സോ k+1 ഈക്വൽ ടു 10 എന്ന് വരും. സോ k ഈക്വൽ ടു 10 മൈനസ് 1. k ഈസ് ഈക്വൽ നമുക്ക് എന്ത് വന്നു? 9 വന്നു. മനസ്സിലായോ? എളുപ്പമല്ലേടെ? അപ്പം എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വാല്യൂ എക്സാമിന് ചോദിക്കാൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. കണ്ടിന്യൂസ് ആണെങ്കിൽ കെ തന്നെ വേണമെന്നില്ല, വേറെ ഏത് വേരിയബിൾ വേണമെങ്കിലും ആവാം. അവരുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഓക്കെ ആണല്ലോ? ഈസി അല്ലേ? അടുത്തതിലേക്ക് പോവാം. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഉണ്ടോ? NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ആണേ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് അല്ലേ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. എഫ് ഓഫ് എക്സ് മോഡ് എക്സ് ആണ്, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഞാൻ ഇതിന് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് മോഡ് എക്സിന്റെ കാര്യം പറയുമ്പോഴുള്ള കാര്യം. മോഡ് എക്സിന് എന്താ പ്രത്യേകത? മോഡ് എക്സിന് 2 വാല്യൂസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഫംഗ്ഷൻ മോഡ് എക്സ് ആണെങ്കിൽ മോഡ് എക്സിന്റെ വാല്യൂ എന്താവാം? പോസിറ്റീവ് എക്സ് ആവാം, പ്ലസ് എക്സ് ആവാം. എപ്പോഴാണ്? വെൻ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ അല്ലേ? എക്സിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ മോഡ് എക്സ് പ്ലസ് എക്സ് ആവാം. ഇനി മോഡ് എക്സ് മൈനസ് എക്സ് ആവാം വെൻ എക്സ് ലെസ് ദാൻ 0. കണ്ടോ? 2 കണ്ടീഷൻ അല്ലേ? എക്സ് ലെസ് ദാൻ 0 ആവുമ്പോൾ മൈനസ് എക്സും ആവാം. ഇനി പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നല്ലേ? സോ ഇതാണ് പോയിന്റ്, 0 ആണ്. അപ്പോൾ നമ്മൾ എന്ത് വേണോടാ? കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നല്ലേ ചോദിച്ചിരിക്കുന്ന. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി, അതായത് കണ്ടിന്യൂസ് ആണോ അല്ലയോ നമ്മൾ നോക്കണം. അപ്പോൾ കണ്ടിന്യൂസ് ആണോ നോക്കാൻ എന്ത് വേണം? ഈ 0 എന്ന് പറയുന്ന പോയിന്റിന്റെ LHL വാല്യൂവും RHL വാല്യൂവും
0 എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂവും ഈ ഫംഗ്ഷൻ എന്താണ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനല്ലേ? അപ്പൊ എന്ത് വരും? 0 0 മൈനസ് 0 പ്ലസ്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഏതൊരു ഫംഗ്ഷൻ കിട്ടിക്കോട്ടെ ഈ 3 കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇത് 3ഉം സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണടച്ച് പറയാം കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? മോഡ് എക്സ് അല്ലേ? മോഡ് എക്സിന് 2 വാല്യൂ ഇല്ലേ? 2 വാല്യൂ ഉണ്ട്. 0 മൈനസ് ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ലെസ് ദാൻ 0 ആവുമ്പോൾ മൈനസ് എക്സ്. സോ മൈനസ് എക്സ്. സോ മൈനസ് 0 അല്ലെ? എക്സിന് പകരം മൈനസ് 0 അല്ലേ? സോ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ ഇടേ? മൈനസ് 0യും പ്ലസ് 0 ഒന്നും ഇല്ലല്ലോ. 0 0 തന്നെയല്ലേ? ആണ്. അപ്പൊ നമുക്ക് എൽ എച്ച് എൽ എന്ത് കിട്ടി? എൽ എച്ച് എല്ലിന്റെ വാല്യൂ 0 കിട്ടി. മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഇനി എന്ത് വേണം? ആർ എച്ച് എൽ കണ്ടുപിടിക്കണം. ആർ എച്ച് എൽ എങ്ങനെ? ഒരു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. എന്താണ്? 0 പ്ലസ് ആവുമ്പോൾ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എന്താണ്? കണ്ടോ? 0യേക്കാൾ കൂടുതലാവുമ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് ആണ്. പ്ലസ് എക്സ് ആണ്. അപ്പൊ പ്ലസ് എക്സ് ആവുമ്പോൾ എക്സ് പ്ലസ് എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0 കൊടുക്കാം. സോ പ്ലസ് 0 ആണെങ്കിലും മൈനസ് 0 ആണെങ്കിലും 0 തന്നെയാണ്. സോ നമുക്ക് അവിടെ എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. എൽ എച്ച് എല്ലും 0 കിട്ടി, ആർ എച്ച് എല്ലും 0 കിട്ടി. ഇനി എന്ത് വേണം? എഫ് ഓഫ് 0 നോക്കണം. എഫ് ഓഫ് 0 എന്താ? എഫ് ഓഫ് 0 തന്നെയാണ് അല്ലേ? മോഡ് 0 തന്നെയല്ലേ? സോ നമുക്ക് എന്ത് പറയാം? എൽ എച്ച് എല്ലിന്റെ വാല്യൂവും ആർ എച്ച് എല്ലിന്റെ വാല്യൂവും എഫ് ഓ അറ്റ് 0 എന്ന് പറയുന്ന പോയിന്റിലെ വാല്യൂവും സെയിം ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. എന്താണ്? അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് ശ്രദ്ധിക്കണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്നലെ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തു, മോഡ് എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ അതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം ഇന്നലെ ചെയ്തു. പക്ഷേ അത് ലിമിറ്റ് എക്സസ് ചെയ്യുന്നില്ലായിരുന്നു, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ? പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ആ പോയിന്റിൽ എന്താണത്? കണ്ടിന്യൂസ് ആണോ? കണ്ടിന്യൂസ് ആണ്. കാരണം 3ഉം ഈക്വൽ ആയിട്ട് വന്നതുകൊണ്ട് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. ലിമിറ്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? അവര് ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല. പിന്നെ എങ്ങനെ ചെയ്യും? എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ക്ലാസ് തുടങ്ങിയ സമയത്ത് ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്താണ്? ഈ ഫംഗ്ഷൻ എന്ത് തരം ഫംഗ്ഷൻ ആണെന്ന് നോക്കിക്കേ. എന്ത് തരം ഫംഗ്ഷൻ ആണ്? ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേടാ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്നുള്ളത് ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ അല്ലേ? സോ പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം എല്ലായ്പ്പോഴും കണ്ടിന്യൂസ് ആണ്. നേരത്തെ പറഞ്ഞല്ലേ? സോ നമുക്ക് പറയാം എന്താണ്? കണ്ടിന്യൂസ് ആണെന്ന് പറയാം. പോയിന്റ് ഒന്നും തന്നിട്ടില്ല, ചെക്ക് ചെയ്യാനുള്ള പോയിന്റ്സ് ഒന്നും തന്നിട്ടില്ല. സോ ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ ഇഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ 1, 0 ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 1, എക്സ് മൈനസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ചെയ്യാലോ? എങ്ങനെ ചെയ്യും? എക്സ് ലെസ് ദാൻ 1 ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ എക്സ് പ്ലസ് 2 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എക്സ് മൈനസ് 2 ആണ്. ഇനി 0 ആകുമ്പോൾ അതാണ്, 1 ആകുമ്പോൾ 0 ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ലിമിറ്റ്. അപ്പൊ നമ്മളെ പോയിന്റ് ഏതാണ്? 1 ആണ്. 1 അല്ലെ? 1 മൈനസിലെ 1 പ്ലസിലെ കണ്ടീഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് എൽ എച്ച് എൽ കണ്ടുപിടിക്കുകയാണേ. എക്സ് ടെൻസ് ടു 1 മൈനസ് വരുമ്പോൾ എന്താണ്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 അല്ലേ? എക്സ് പ്ലസ് 2 ആകുമ്പോൾ 1 പ്ലസ് 2 3. ഓക്കെ, ഇനി ആർ എച്ച് എൽ കണ്ടുപിടിക്കാം. ആർ എച്ച് എൽ ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 1 അല്ലേ? അപ്പോൾ എക്സ് മൈനസ് 2, 1 മൈനസ് 2 മൈനസ് 1 അല്ലേ? ഇനി എന്താടാ? ഇനി അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഇസ് ഈക്വൽ ടു 1 നേരത്തെ ഒക്കെ ചെയ്ത ക്വസ്റ്റ്യനിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നോ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നോ തന്നിരിക്കും. ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോയിന്റ് തന്നു. ആ പോയിന്റിൽ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 0 ആണെന്നും പറഞ്ഞു. സോ എക്സ് ഇസ് ഈക്വൽ ടു 1 എന്താണ്? അതായത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 0 ആണെന്നും പറഞ്ഞു അല്ലേ? നോക്കിക്കേ, എന്താ പ്രത്യേകത? എൽ എച്ച് എല്ലും ആർ എച്ച് എല്ലും നോക്കിക്കേ. എൽ എച്ച് എൽ ഈസ് ഈക്വൽ ടു 3, ആർ എച്ച് എൽ മൈനസ് 1, എഫ് ഓഫ് 1ന്റെ വാല്യൂ 0. എല്ലാം ഡിഫറൻ്റ് ആണ്. മനസ്സിലായി? എല്ലാം ഡിഫറൻറ്റ്. മറ്റു നേരത്തെ ചെയ്ത കണക്കിൽ ഏതെങ്കിലും രണ്ടെണ്ണമെങ്കിലും ഒരേപോലെ വന്നല്ലേ? ഇവിടെ എൽ എച്ച് എൽ ഇസ് ഈക്വൽ ടു എൽ എച്ച് എൽ നോട്ട് ഈക്വൽ ടു ആർ എച്ച് എൽ നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 1 ആണ്. സോ അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണോ?
കണ്ടിന്യൂസ് അല്ല. 3 എണ്ണവും ഈക്വലായി വന്നാൽ മാത്രമേ കണ്ടിന്യൂസ് ആവത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആണോ? അല്ല. ദ ഫംഗ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 1 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ f where f of x is equal to sin x by x if x less than 0 and x plus 1 if x greater than or equal to 0. എല്ലാ പോയിന്റിലെയും ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കണം. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ sin x by x. നോക്കിക്കേ, എന്താണ്? എക്സിന്റെ വാല്യൂ 0 പറയുന്നുണ്ട്. 0 കണ്ടോ? ലെസ് ദാൻ 0 ആവുമ്പോൾ sin x by x വരണം. ഗ്രേറ്റർ ദാൻ 0 ആവുമ്പോൾ എക്സ് പ്ലസ് 1 വരണം. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നേ? അപ്പൊ എങ്ങനെ ചെയ്യാം? LHL വേണം. LHL എങ്ങനെ കണ്ടുപിടിക്കാം? LHL is equal to limit x tends to 0 minus f of x. f of x ന് പകരം sin x by x limit x tends to 0 sin x by x. അല്ലേ? ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി ആണ് അല്ലേ? ഇന്നലെ പഠിച്ചല്ലേ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിന്റെ വാല്യൂ 1 ആണ്. ഓക്കെ, 1 ആണ്. അടുത്ത നോക്കിയേ, ഗ്രേറ്റർ ദാൻ 0. സോ RHL എങ്ങനെയാടാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എന്താ എക്സ് എന്ന എഫ് ഓഫ് എക്സ്. അതെന്തായിരിക്കും? എക്സ് പ്ലസ് 1 ആണ്. സോ എക്സ് പ്ലസ് 1. എക്സിന് പകരം എന്താണ്? എക്സിന് പകരം എന്താ കൊടുക്കാറുള്ളത്? 0 അല്ലേ? 0. സോ 0 പ്ലസ് 1 എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി? RHL കിട്ടി. RHLന്റെ വാല്യൂ നമുക്ക് 1 കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇനി അറ്റ് എഫ് ഓഫ് 0യിലെ വാല്യൂ അല്ലേ? എഫ് ഓഫ് 0 എന്താണ്? എക്സ് പ്ലസ് 1 ആണ്. 0 പ്ലസ് 1 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? LHLും RHLും എഫ് ഓഫ് 0യും എല്ലാം നമുക്ക് എന്ത് കിട്ടി? എല്ലാം 1 തന്നെ കിട്ടി. എല്ലാം സെയിം തന്നെ കിട്ടി. സെയിം തന്നെ കിട്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ആണ്. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. ഇങ്ങനെ ചെയ്തു വരുമ്പോഴേ ശ്രദ്ധിക്കണേ, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് പ്ലസ് 1 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചെയ്തു വരുമ്പോൾ മാറി 0യ്ക്ക് പകരം 1 ഒന്നിട്ട് കൊടുക്കട്ടെ. ഇവിടെ വന്ന് ചിലപ്പോൾ 1 അറിയാതെ ഇട്ട് കൊടുത്തിട്ട് പറയും 1 + 1 2 ആണ് കിട്ടിയത്. സോ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ലേ? അങ്ങനെയൊക്കെ എഴുതി വെക്കും. അങ്ങനെയൊന്നും വരരുത് കേട്ടോ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ടൊക്കെ നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു മേഖലയാണ് ഈ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി. നിങ്ങൾ കൊണ്ട് നശിപ്പിക്കരുതേ. നന്നായിട്ട് പഠിച്ചോ. ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നുള്ള കാര്യം നോക്കി വെച്ച് പഠിച്ചു പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു മേഖലയിൽ നിന്നുള്ള മാർക്ക് എളുപ്പത്തിന് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റത്തെ മൊഡ്യൂളൊക്കെ ഈസി ആണേ. കാൽക്കുലസ് ഒക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പത്തിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ക്ലിയർ? f of x is equal to kx plus 1 if x less than or equal to 5. 3x minus 5 if x greater than 5 at x is equal to 5. At x is equal to 5 എന്ന് പറഞ്ഞാൽ the function is continuous at x is equal to 5. അങ്ങനെയാണെങ്കിൽ k യുടെ വാല്യൂ കണ്ടുപിടിക്കുക. നേരത്തെ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ. ഇതൊക്കെ NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. വീണ്ടും പല രീതിക്ക് റിപ്പീറ്റ് ചെയ്ത് k യുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈസിയാണ്. നമുക്ക് ഒരു ഐഡിയ അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം. എളുപ്പത്തിന് ചെയ്യാമല്ലോ. നേരത്തെ ചെയ്തല്ലേ? എക്സ് ലിമിറ്റ് ഏതാണോ നോക്കി. 5 ആണ്. 5 മൈനസ് ആവുമ്പോൾ 5 പ്ലസ് ആവുമ്പോൾ ഉള്ള വാല്യൂ എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് ആവുമ്പോൾ LHL കണ്ടുപിടിക്കുകയാണ്. 5 മൈനസ് ആവുമ്പോൾ എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ kx പ്ലസ് 1 ആണ്. എഫ് ഓഫ് എക്സിന്റെ വാല്യൂ kx പ്ലസ് 1 എന്ന് എഴുതി. ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ 5 ആവുമ്പോൾ സോ RHL വേണം. RHL എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. എന്താ 5 പ്ലസ് എഫ് ഓഫ് എക്സ്? 3x മൈനസ് 5 ആണ്. 3 ഇൻറ്റു എക്സിന് പകരം എന്താ കൊടുക്കാനുള്ള? 5. സോ 3 ഇൻറ്റു 5 15. 15 മൈനസ് 5 10. ഓക്കെ, ഇനി എന്ത് വേണം? ഇപ്പം LHLും കിട്ടി, RHLും കിട്ടി. ഇനി എന്താണ്? എഫ് ഓഫ് 5 വേണം. സോ എഫ് ഓഫ് 5 എന്താ? എഫ് ഓഫ് 5 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലേ? അതും kx പ്ലസ് 1 തന്നെയാണ്. കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനല്ലേ? കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായതുകൊണ്ട് എന്ത് വേണം? LHLും RHLും കൂടി അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി അല്ലേ? സോ കണ്ടിന്യൂസ് ആയതുകൊണ്ട്, സിൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് LHL ഈസ് ഈക്വൽ ടു RHL ഈസ് ഈക്വൽ ടു
f(5) തന്നെയാണ്. നമുക്ക് എന്ത് ചെയ്യാം? രണ്ടെണ്ണം ഇക്വേറ്റ് ചെയ്യാം. kx+1 അല്ലേ, അതുപോലെ തന്നെ എന്താ 10 അങ്ങനെയല്ലേ വന്ന 5 LHൽ kx+1. സോ kx+1 is equal to എന്താ 10 അല്ലേ. നോക്കിക്കേടാ, kx+1 എന്നല്ലേ പറഞ്ഞത്. ഇവിടെ kx+1, ഇവിടെ എക്സ് ഉണ്ടല്ലോ. നേരത്തെ ക്വസ്റ്റ്യനിൽ എക്സ് ഇല്ലായിരുന്നു. സോ അതുകൊണ്ടാണ് വാല്യൂ കൊടുക്കാതിരുന്നത്. ഇവിടെ നമുക്ക് വാല്യൂ കൊടുക്കണം. kx+1 k × 5 ഓ 5k+1 അല്ലേ, 5k+1 വരും. സോ 5k+1 is equal to 10 എന്ന് വരും അല്ലേ. 5k+1 equal to 10. 5k equal to 10 minus 1 9 or k equal to 9/5. കിട്ടിയില്ലേ? ഈസി അല്ലേ? എളുപ്പത്തിന് ചെയ്യാമല്ലോ. ഇവിടെ വേറെ ഒന്നുമില്ല, നേരത്തെ ചെയ്ത ക്വസ്റ്റിനെക്കാളും ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. നേരത്തെ ചെയ്ത ക്വസ്റ്റിനിൽ k+1 എന്നേ ഉണ്ടായിരുന്നുള്ളൂ, എക്സിന്റെ ടേം ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ എക്സിന്റെ വാല്യൂ അവിടെ കൊടുത്തില്ല. ഇവിടെ വന്നപ്പോൾ kx+1 എന്നാണ്. സോ എക്സിന് എന്താണ് നമ്മളൊരു വാല്യൂ കൊടുക്കണം. ഒരു വാല്യൂ അല്ല, 5 എന്നുള്ള വാല്യൂ കൊടുക്കണം. നമ്മുടെ ഏതാണ് ലിമിറ്റ് ആണോ ഉള്ളത് ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ അങ്ങനെ f(x) = നമുക്ക് kx+1 എക്സിന് പകരം 5 കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 5k+1 വരും. 5k+1 = 10 ആണ് അല്ലേ. ഇവിടെ 10 അല്ലേ കിട്ടിയത്. രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്തു, കെയുടെ വാല്യൂ കണ്ടുപിടിച്ചു. അതുപോലെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ക്വസ്റ്റ്യൻ ഇവിടുന്ന് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചോ. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ a and b so that the function f defined by f(x) is equal to ax+1 if x less than or equal to 3 and bx+3 if x greater than 3 is continuous at x is equal to 3. എന്താണ്? കെ കണ്ടുപിടിക്കാനാണോ ചോദിച്ചിരിക്കുന്നത്? ഇത്രയും നേരം ചെയ്ത പോലെ കെ കണ്ടുപിടിക്കാനാണോ? അല്ല. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം അല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്താ, രണ്ട് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോയിന്റ് 3 എന്ന് പറയുന്ന പോയിന്റ് ആണ്. 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നു. അപ്പോൾ f(x)ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. 3യേക്കാൾ കുറവാകുമ്പോഴും കൂടുതലാവുമ്പോഴും 3 ആവുമ്പോഴും ഉള്ള വാല്യൂ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിക്കാം. എങ്ങനെ ചെയ്യും? ഈ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാലും ശരി തന്നെ, കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞാലും ശരി തന്നെ, എന്തായാലും ശരി തന്നെ, ക്വസ്റ്റ്യനിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ടോ? ഈസ് കണ്ടിന്യൂസ് എന്ന് പറയുന്നുണ്ടോ? അപ്പം നമുക്കറിയാവുന്ന നമ്മൾ പഠിച്ച കാര്യത്തിൽ നിന്ന് ചെയ്തു വരിക. ഓക്കെ, നമ്മളൊരു കാര്യം പഠിച്ചു വെക്കുക. ഇപ്പോൾ ക്വസ്റ്റ്യൻ എന്തോ ആകട്ടെ, നമുക്കറിയാവുന്ന കാര്യം അപ്ലൈ ചെയ്ത് വരിക. ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യനിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് മാത്സിൻ്റെ പൊതുവേ ഉള്ള ലോജിക്ക് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മാത്സ് നമുക്ക് ചിലപ്പം അതിനകത്ത് പരിചയമുള്ള ഏതെങ്കിലും ഒരു ചെറിയൊരു വേർഡ് കാണും. ആ വേർഡിൽ അങ്ങോട്ട് പിടിച്ച് തുടങ്ങുക. അതങ്ങ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലുള്ള ബാക്കി എല്ലാം കിട്ടിക്കോളും ഓട്ടോമാറ്റിക്കായിട്ട് കേട്ടോ. ഈസ് കണ്ടിന്യൂസ് അല്ലേ? കണ്ടിന്യൂസ് അറ്റ് x = 3 അല്ലേ? ആണ്. അപ്പോൾ എന്താണ്, നമ്മുടെ പോയിന്റ് 3 ആണ്. 3 മൈനസ് ഉള്ളതും വേണം, 3 പ്ലസ് ഉള്ളതും വേണം, f(3)യും വേണം. 3 മൈനസ് ഉള്ളത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, ax+1 അല്ലേ. അപ്പം നമുക്ക് ആദ്യം LHL കണ്ടുപിടിക്കണം. ലിമിറ്റ് x ടെൻസ് ടു ലെസ് ദാൻ ആണ് 3 മൈനസ് f(x) ഈക്വൽ ടു ax+1 അല്ലേ. ax+1. ഇനി എന്താ, നമുക്ക് എക്സിന് പകരം കൊടുക്കാൻ വാല്യൂ. a × x പകരം 3 + 1, അതായത് 3a+1 എന്ന് വരും കണ്ടോ. ഫസ്റ്റ് എങ്ങനെയാ വരുന്നത്? LHL എന്താ വന്നേ? 3a+1 എന്ന് വന്നു. ഇനി എന്താടാ, RHL വേണം. RHL എന്താ? ലിമിറ്റ് x ടെൻസ് ടു 3 പ്ലസ് f(x). x ടെൻസ് ടു 3 പ്ലസ് f(x) എന്താണ്? bx+3. bx+3. അപ്പോഴോ b × x പകരം 3, b × 3 + 3, 3b+3 വന്നു. RHL കിട്ടി. അപ്പോൾ LHL കിട്ടി, RHL കിട്ടി. ഇനി എന്ത് വേണം? f(3) കൂടി കണ്ടുപിടിക്കണം. f(3) എന്താ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നാൽ ax+1 തന്നെയാണ്. സോ ax+1 അഥവാ 3a+1 തന്നെ വരും അല്ലേ. ഇനി എന്താ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യനിൽ? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 3. x = 3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. x = 3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? LHL = RHL ആക്കി എഴുതിക്കൂടെ? LHL = RHL = f(3) അല്ലേ. LHL = RHL = f(3) എന്ന് എഴുതാം. അപ്പോൾ LHL എന്താണ് നമുക്ക് കിട്ടിയത്? 3a+1 RHL 3b+3 അല്ലേടാ.
ആണ്. അപ്പോൾ 3a + 1 = 3b + 3 അല്ലേ ആണ്. ഇനി എന്ത് ചെയ്തു? ഞാൻ വേരിയബിൾസിനെല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു, നമ്പേഴ്സിനെല്ലാം അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയി. 3a - 3b = റൈറ്റ് സൈഡിൽ ഒരു 3 ഉണ്ടല്ലോ, 3 + 1 ഞങ്ങൾ ഇപ്പുറത്ത് കൊണ്ടുവന്നു, -1. 3 × 3a - 3b = 3 - 1 2 എന്ന് വന്നു. ഇനി എന്ത് ചെയ്യാം? രണ്ടിടത്തും 3 ഉണ്ട്. 3 കഴിഞ്ഞ് പുറത്തെടുത്തു. 3 × a - b = 2 or a - b = 2/3. കണ്ടോ? ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. കണ്ടോ? എയ്ക്കും ബിക്കും നമ്മുടെ റിലേഷൻ ഇതാണ്. നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ a - b = 2/3 എന്ന് വരും. അതാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി. കണ്ടോ? കറക്റ്റ് ഒരു വാല്യൂ അല്ല, റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സ്പ്രഷൻ പോലെ ആയിരിക്കും കിട്ടുന്നത്. ക്ലിയർ ആയ ഓപ്ഷനിൽ ചിലപ്പോൾ ചോദിക്കാം a - b = 2/3, അല്ലെങ്കിൽ a + b = 3/2, a - b = 3/2, a + b = 3/2, 2/3 എന്നൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റായിട്ട് സോൾവ് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ഇക്വേഷൻസ് ഒക്കെ സോൾവ് ചെയ്യാൻ അറിയാലല്ലേ? സോൾവ് ചെയ്യുന്നതോട് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഒരു വാല്യൂ ഫൈനലൈസ് ചെയ്ത് എത്താൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു? നമ്മൾ ലിമിറ്റ്സ് കഴിഞ്ഞു, കണ്ടിന്യൂറ്റിയും കഴിഞ്ഞു. ക്ലിയർ ആണല്ലോ? എല്ലാം ഓക്കെ അല്ലേ? ലിമിറ്റ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലിമിറ്റ്സിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് നോക്കി. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ കണ്ടിന്യൂ അതെന്താണെന്ന് പറഞ്ഞു? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അല്ലേ? പിന്നെ നമ്മൾ അതിൽ പഠിച്ച കാര്യം എന്താണ്? ഓരോ ഫംഗ്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഫംഗ്ഷൻസിൻ്റെ പ്രത്യേകതകൾ എന്താണ്? ഒരു ഫംഗ്ഷൻസിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(x) പ്ലസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു a f(y) എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രണ്ട് ഫംഗ്ഷൻസ് ആഡ് ചെയ്തിട്ട് ലിമിറ്റ് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഫംഗ്ഷനെയും എന്താണ് ഇൻഡിവിജ്വൽ ആയിട്ട് ലിമിറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ ആഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ എല്ലാത്തിൻ്റെ കാര്യത്തിലും ഈ കാര്യം പറഞ്ഞു. പിന്നെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കേസിലാണെങ്കിൽ കോൺസ്റ്റന്റ് പുറത്തെടുത്തിട്ട് ഫംഗ്ഷന് മാത്രം ലിമിറ്റ് കൊടുത്താൽ മതി എന്നും പറഞ്ഞു. അതെല്ലാം പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? കണ്ടിന്യൂറ്റി ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷനെ കുറിച്ചാണ്. അതായത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ബ്രേക്ക് വരാത്ത ഫംഗ്ഷൻ അല്ലേ? നമ്മളൊരു പെൻ കൊണ്ട് വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പോകണം, ഒരു ഇടയ്ക്ക് പോലും ഒരു ബ്രേക്ക് വരരുത്. അപ്പോൾ ബ്രേക്ക് വരാതിരിക്കണമെങ്കിൽ അതിനിടയ്ക്കുള്ള എല്ലാ വാല്യൂസും സെയിം തന്നെ വരണം അല്ലേ? അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f(a) എന്ന് പറയുന്നൊരു വാല്യൂ അതുകൂടി ആഡ് ആവും. മനസ്സിലായി? ഇന്നലെ പഠിച്ച ലിമിറ്റ്സിൻ്റെ കേസിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും മാത്രം മതി. കണ്ടിന്യൂസ് ആണെങ്കിൽ f(a) എന്ന് പറയുന്ന ഒരു വാല്യൂ കൂടി അതിനകത്ത് ആഡ് ആവും. അത് മൂന്നും ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആണെന്ന് പറയാം. ഇത് മൂന്നും ഈക്വൽ ആയിട്ട് വന്നില്ല എങ്കിൽ നമുക്ക് പറയാം ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണെന്ന് പറയാം, അഥവാ കണ്ടിന്യൂസ് അല്ലെന്ന് പറയാം. ക്ലിയർ ആണല്ലോ? എളുപ്പമല്ലേ? ഈസി അല്ലേ? അപ്പോൾ എല്ലാവരും പഠിച്ചു തുടങ്ങുക. സോ ഇതാണ് നമ്മുടെ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിഫറൻസിയേഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ ഇക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നാഷണൽ ഇൻകത്തെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് കിട്ടിക്കാണുമല്ലോ അല്ലേ? നേരത്തെയുള്ള ക്ലാസ്സുകളിലൊക്കെ നാഷണൽ ഇൻകത്തെക്കുറിച്ച് അതിൻ്റെ ബേസിക്സ് ഒക്കെ അടങ്ങുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം, അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ PSC എക്സാമുകൾക്ക് സ്ഥിരം ചോദിക്കുക നാഷണൽ ഇൻകത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എല്ലാ എക്സാമുകൾക്ക്, ഡിഗ്രി ലെവൽ എക്സാമുകൾക്കും അപ്പോൾ നമ്മുടെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു മേഖലയാണ് മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ റിസർച്ച് ഓഫീസർ ക്വസ്റ്റ്യൻ കണ്ടു കാണും. അതിൽ നിന്നും നാഷണൽ ഇൻകത്തിൻ്റെ പാർട്ടിൽ നിന്ന് 2-3ഓളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ? അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ് നാഷണൽ ഇൻകം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയാലോ? ഓക്കെ, നാഷണൽ ഇൻകം മീൻസ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ? നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി അല്ലേ? ആ ഗുഡ്സ് ആൻഡ് സർവീസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ്ഡ് ആനുവലി അല്ലേ? ഓരോ വർഷത്തിലാണ്, വാർഷികമായിട്ടാണ് കണക്കാക്കുന്നത്. ഒരു വർഷത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ടോട്ടൽ വാല്യൂ ആണ്. ടോട്ടൽ വാല്യൂ മീൻസ് മോണിറ്ററി വാല്യൂ ആണ് കേട്ടോ, പണമൂല്യമാണ്. എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ഇൻ എ കൺട്രി, ഒരു രാജ്യത്ത്. അപ്പോൾ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ആനുവലി, ഒരു വർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന
ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂവിനെ, ടോട്ടൽ മണി വാല്യൂവിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് നാഷണൽ ഇൻകം എന്ന് പറയും. പിന്നെ പറയുന്നത് ഇൻ അതർ വേർഡ്സ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം, മൊത്ത വരുമാനം, അക്രൂയിങ് ടു എ കൺട്രി, ആര് നേടിയെടുക്കുന്ന വരുമാനം, ഒരു രാജ്യത്തിന് ലഭിക്കുന്ന വരുമാനം. അപ്പോൾ മറ്റൊരു വ്യൂവിൽ നമ്മൾ പറയുകയാണ് എന്താണ്, ഇൻ അതർ വേർഡ്സ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം ഒരു രാജ്യത്തെ മൊത്തം വരുമാനമാണ്. അക്രൂയിങ് ടു എ കൺട്രി, ആര് നേടിയെടുക്കുന്നു, ആരിലേക്ക് വന്നു ചേരുന്നു, ഒരു രാജ്യത്തേക്ക് വന്നു ചേരുന്നു. എവിടെ നിന്നാണ്? ഫ്രം ഇക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒരു രാജ്യത്ത് എന്ത് നടക്കുന്നുണ്ട്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. ആ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ ഫലമായിട്ട് ആ രാജ്യത്തേക്ക് എന്ത് വന്നു ചേരുന്നു? ആ വരുമാനം വന്നു ചേരുന്നു. ഇന്നേ ഇയേഴ്സ് ടൈം, ഒരു വർഷക്കാലയളവിൽ. അപ്പോൾ ഒരു വർഷക്കാലയളവിൽ ഒരു രാജ്യത്ത് നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ആ രാജ്യത്തേക്ക് എന്ത് വന്നു ചേരുന്നു? വരുമാനം വന്നു ചേരുന്നു. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? നാഷണൽ ഇൻകം. അപ്പോൾ എല്ലാം സെയിം തന്നെയാണ്, രണ്ട് രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിച്ചെന്നേ ഉള്ളൂ. ഒന്നെന്താ പറഞ്ഞത്? നാഷണൽ ഇൻകം മീൻസ് ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ആനുവലി ഇൻ എ കൺട്രി. പിന്നെ പറഞ്ഞു ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഇൻകം അക്രൂയിങ് ടു എ കൺട്രി ഫ്രം, എന്തിൽ നിന്ന് കിട്ടുന്നതാണ്? ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ എ ഇയേഴ്സ് ടൈം, ഒരു വർഷക്കാലയളവിൽ അവിടെ ഒരു രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്നും ആ രാജ്യം നേടിയെടുക്കുന്ന അല്ലെങ്കിൽ ആ രാജ്യത്തേക്ക് വന്നു ചേരുന്ന ആ ഇൻകത്തെ പറയുന്ന പേരാണ്, ടോട്ടൽ ഇൻകത്തെ പറയുന്ന പേരാണ് എന്ത്? ദേശീയ വരുമാനം. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി അപ്പോൾ നമ്മളിവിടെ ഇയർ എന്നാണ് പറഞ്ഞത് അല്ലേ, വർഷം എന്നാണ് പറഞ്ഞത്. ഇയർ എന്നല്ലേ പറഞ്ഞത്? വർഷം എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ ഏത് വർഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ കലണ്ടർ ഇയർ ആണ് അല്ലേ, ജാനുവരി ടു പിന്നെ ഡിസംബർ ആണ്, ആ ഒരു കലണ്ടർ സർക്കിളാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ഒരു വർഷം എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിൽ 1 ടു മാർച്ച് 31 ആണ് ഒരു വർഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഏപ്രിൽ 1 ടു മാർച്ച് 31. അതിന് നമ്മൾ എന്തെന്ന് പറയും? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയും. ആ ഒരു വർഷക്കാലത്തെ ഇക്കണോമിക് ആക്ടിവിറ്റീസിൻ്റെ അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ മണി വാല്യൂ ആണ് എന്തായിട്ട് പരിഗണിക്കുന്നത്? ദേശീയ വരുമാനമായിട്ട് പരിഗണിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഏപ്രിൽ 1, അപ്പോൾ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 ടു മാർച്ച് 31. ഓർക്കുക, ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഇപ്പോൾ ചോദിക്കില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്, പക്ഷേ സ്റ്റേറ്റ്മെന്റിലൊക്കെ കാണും. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ഏപ്രിൽ 1 ടു മാർച്ച് 31 ആണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് എന്തുള്ളത്? ഫിനാൻഷ്യൽ ഇയർ, അത് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇക്കണോമിക് ഇയർ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ അഡീഷണൽ ഫാക്റ്റ് ആയിട്ട് പറയുകയാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 ടു മാർച്ച് 31 എന്ന് പറയുന്നത് ഇന്ത്യ അക്സെപ്റ്റ് ചെയ്തത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. ഈ ഫിനാൻഷ്യൽ ഇയർ, ഇതിനു മുമ്പ് ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ 1 ടു മാർച്ച് 31 ആയിരുന്നില്ല. അപ്പോൾ ഇത് ഫോളോ ചെയ്തത്, ഈ ഏപ്രിൽ 1 മാർച്ച് 31 സർക്കിൾ നമ്മൾ ഫോളോ ചെയ്തത് ഫ്രം 1861 ഓൺവേഴ്സ് ആണ് കേട്ടോ. 1867 ഓൺവേഴ്സ്, 1867 മുതലാണ് എന്ത് ചെയ്യാൻ തുടങ്ങിയത്? നമ്മൾ ഏപ്രിൽ 1 ടു മാർച്ച് 31 എന്ന് പറയുന്നത് ആ ഒരു സാമ്പത്തിക വർഷം നമ്മൾ ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിന് മുൻപ് ഈ 1867 മുൻപ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എന്തായിരുന്നില്ല? ഏപ്രിൽ 1 ടു മാർച്ച് 31 ആയിരുന്നില്ല. അത് മെയ് 1 ടു, അതെന്നോട്ടെന്ന് പറയാണ്ടേ, മെയ് 1 ടു മെയ് 1 മുതൽ ഏപ്രിൽ 30 വരെ ആയിരുന്നു. മെയ് 1 ടു മാർച്ച് ഏപ്രിൽ 30 വരെ ആയിരുന്നു. മെയ് 1 മുതൽ ഏപ്രിൽ 30 വരെ ആയിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ. ഏത് വർഷം വരെ? ടിൽ 1867, 1867 വരെ ആ നമ്മുടെ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് മെയ് 1 മുതൽ ഏപ്രിൽ 30 വരെ ആയിരുന്നു. അത് പിന്നീട് 1867 ശേഷമാണ് നമ്മൾ ഏപ്രിൽ 1 ടു മാർച്ച് 31 ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. ഓർത്തിരിക്കുമല്ലോ? ഇതുകൂടി ഓർത്തിരിക്കുക, ഒരു അഡീഷണൽ ഫാക്റ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകുന്നു. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം, ദേശീയ വരുമാനം അളക്കുന്ന രീതികൾ. മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് നാഷണൽ ഇൻകം എന്ന് പറയും. ഓക്കെ, ദർ ആർ 3 മെത്തേഡ്സ് ഫോർ മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം അളക്കുന്നതിന് പ്രധാനമായിട്ടും എത്ര മെത്തേഡ്സ് ഉണ്ട്? ദർ ആർ 3 മെത്തേഡ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം. ദേശീയ വരുമാനം അളക്കുന്നതിന് പ്രധാനമായിട്ടും 3 രീതികളാണുള്ളത്. ഒന്ന് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്, 3 ഇൻകം മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡ്സിലൂടെയാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഏത് മെത്തേഡിലൂടെ കാൽക്കുലേറ്റ് ചെയ്താലും അതിൻ്റെ വാല്യൂ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഓക്കെ. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡ്, അതിൻ്റെ മറ്റൊരു പേരെന്താണ്? വാല്യൂ ആഡഡ് മെത്തേഡ് എന്ന് പറയും. മലയാളത്തിൽ പറഞ്ഞാൽ ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന് പറയും കേട്ടോ. ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ എന്ത് പറയും? വാല്യൂ ആഡഡ് മെത്തേഡ്, കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്ന് പറയും. 2 എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചിലവ് രീതി എന്ന് പറയും, ചിലവ് രീതി. 3 ഇൻകം മെത്തേഡ്, വരുമാന രീതി എന്നും പറയും.
അങ്ങനെ ഈ 3 മെത്തേഡ്സ് ആണുള്ളത് അല്ലേ. ഈ 3 മെത്തേഡ്സിലൂടെയാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒന്നുകൂടി പറയാം, പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, സെക്കൻഡ് വൺ എക്സ്പെൻഡിച്ചർ മെത്തേഡ് ആൻഡ് തേർഡ് വൺ ഇൻകം മെത്തേഡ്. നമ്മൾ ആദ്യത്തെ മെത്തേഡ് പഠിക്കുന്നു, പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്, ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത മൂല്യ രീതി എന്ന് പറയും. ആദ്യത്തെ മെത്തേഡാണ്. നമുക്ക് നോക്കാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ്, ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് എ ഇയർ ഈസ് കാൽക്കുലേറ്റഡ്. അപ്പോൾ ഓർക്കുക, ആ സ്റ്റേറ്റ്മെന്റിലൊക്കെ വരും ഈ പ്രോഡക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് ദേശീയ വരുമാനം നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് മെത്തേഡ് ദ ഗ്രോസ് വാല്യൂ ആഡഡ് മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം എന്ന് പറയും. ഗ്രോസ് വാല്യൂ ആഡഡ് നമുക്ക് ചുരുക്കി എന്തെന്ന് എഴുതാം, GVA എന്ന് എഴുതാം. ഗ്രോസ് വാല്യൂ ആഡഡ് GVA. അപ്പോൾ ഈ മെത്തേഡ് അനുസരിച്ച് എന്താണ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലേ, മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം. അതിന് എന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രോസ് വാല്യൂ ആഡഡ് കൺസിഡർ ചെയ്യുന്നു. ആരുടെയാണ്, ഓഫ് ഓൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എന്തിൻ്റെ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ അന്തിമ സാധന സേവനങ്ങളുടെ ഗ്രോസ് വാല്യൂ ആഡഡ് കൺസിഡർ ചെയ്യുന്നു. എന്താ, ഗുഡ്സ് ആൻഡ് സർവീസ് എവിടെ ഉൽപ്പാദിപ്പിച്ചതാകണം, പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഡ്യൂറിംഗ് അല്ലെ, പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി എ ഇയർ അല്ലെ, ഒരു വർഷം ഒരു ഇക്കോണമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എന്ത് പരിഗണിക്കണം, ഗ്രോസ് വാല്യൂ ആഡഡ് പരിഗണിക്കുന്നു. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഏത്, പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. അപ്പോൾ പ്രോഡക്റ്റ് മെത്തേഡിൽ അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, ഗ്രോസ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് അല്ല, ഓർക്കുക ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. ഓപ്ഷനിൽ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് കാണും, അല്ല എന്താണ്, ഗ്രോസ് വാല്യൂ ആഡഡ് ആണ്. മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യമാണ് പരിഗണിക്കുന്നത്. എന്തിൻ്റെ, ആരുടെയാണ്, ഓഫ് ആൾ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി എ ഇയർ അല്ലെങ്കിൽ ഡ്യൂറിംഗ് എ ഇയർ, ഒരു വർഷക്കാലയളവിൽ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ് ഉണ്ട്. ആ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നു അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നാഷണൽ ഇൻകം മെഷർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പ്രോഡക്റ്റ് മെത്തേഡ് ഓർ വാല്യൂ ആഡഡ് മെത്തേഡ്. ഇതാണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി എങ്ങനെയാണ് നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് ലഭിക്കുക, ഗ്രോസ് വാല്യൂ ആഡഡ് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ് എങ്ങനെയാണ് ലഭിക്കുന്നത്, മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം ലഭിക്കുന്നത് എങ്ങനെയാണ്, ഇക്വേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും. എങ്ങനെയാണ് കിട്ടുക, ഗ്രോസ് വാല്യൂ ആഡഡ് ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. നമുക്കവിടെ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വേണം കേട്ടോ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വേണം. നമ്മൾ വാല്യൂ ആഡഡ് എന്ന് പറഞ്ഞാലും വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഉണ്ട് അവിടെ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. കാരണം ഫൈനൽ ഗുഡ്സിന്റെ ഔട്ട്പുട്ട് വാല്യൂ ആദ്യം എടുക്കുന്നു. ആ ഔട്ട്പുട്ട് വാല്യൂവിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറയ്ക്കണം. ഇന്റർമീഡിയറ്റ് കൺസംഷൻ മീൻസ് നമ്മൾ മധ്യമ സാധനമായിട്ട് റോ മെറ്റീരിയൽസ് ആയിട്ട് ഏതെങ്കിലും ഗുഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഇതാണ് എന്ത്, ഗ്രോസ് വാല്യൂ ആഡിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അത് കൂടെ പഠിക്കുക. എന്താണ്ട് എങ്ങനെയാണ് ഗ്രോസ് വാല്യൂ ആഡ് കിട്ടുക, GVA ഈസ് ഈക്വൽ ടു വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട സെയിൽ ചെയ്യപ്പെട്ട സാധനം അതിൻ്റെ വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സാധനം 10 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, ആ 10 യൂണിറ്റ് ഒരു യൂണിറ്റിന് 10 രൂപ, അപ്പോൾ 10 × 10 അതാണ് ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത്, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ആ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ എന്ത് കുറയ്ക്കണം, വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. അവർ ഏതെങ്കിലും തരത്തിൽ ഇന്റർമീഡിയറ്റ് ഗുഡായിട്ട്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ബ്രെഡ് അല്ലേ, ബ്രെഡ് എന്ന് പറയുന്ന ഒരു ഫൈനൽ ഗുഡാണ്. ആ ബ്രെഡ് ഉൽപ്പാദിപ്പിക്കാനായിട്ട് റോ മെറ്റീരിയൽ ആയിട്ട് എന്ത് ഉപയോഗിക്കാം, വീറ്റ് ഉപയോഗിക്കാം. അപ്പോൾ വീറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. മനസ്സിലായില്ലേ, വീറ്റ് എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ഗുഡാണ്. ഇപ്പോൾ ഉദാഹരണം ടയർ ഒരു ഫൈനൽ ഗുഡാണ്. ടയർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇന്റർമീഡിയറ്റ് ഗുഡായിട്ട് എന്ത്, റബ്ബർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ റബ്ബറിന്റെ വാല്യൂ എന്ത് ചെയ്യണം, ടയറിന്റെ വാല്യൂയിൽ നിന്ന് കുറയ്ക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ബ്രെഡ് എന്ന് പറയുന്ന ഒരു ഫൈനൽ ഗുഡാണ്, അതുപോലെ വീറ്റും ഒരു ഫൈനൽ ഗുഡാണ്. ആരുടെയാണ്, ഒരു ഫാർമറുടെ ഫൈനൽ ഗുഡാണ് വീറ്റ്. അപ്പോൾ അത് ആൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിട്ടാണ് എങ്ങോട്ട് വരുന്നത്, ആ ബ്രെഡിൻ്റെ ഉൽപ്പാദനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ അത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആ ഓവർ എസ്റ്റിമേറ്റഡ് ചെയ്യപ്പെടും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയുന്നത്, അത് ഓവർ എസ്റ്റിമേഷൻ ആയി മാറും. അതുപോലെയാണ് റബ്ബർ. ഒരു റബ്ബർ കർഷകനെ സംബന്ധിച്ച് ആൾറെഡി അയാളുടെ ഫൈനൽ ഗുഡാണ്, അത് ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞു. അത് വീണ്ടും എന്താണ്, ടയർ കമ്പനിയുമായുടെ വാല്യൂവിൽ നമ്മൾ ആഡ് ചെയ്തപ്പെട്ട് കഴിഞ്ഞാൽ
അത് പരിഗണിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെയും ഓവർ എസ്റ്റിമേഷൻ ഉണ്ടാകും. അതുകൊണ്ട് ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റ് ഗുഡ് യൂസ് ചെയ്യുന്ന ഒരു ഫേം യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, ഒരു ഫൈനൽ ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അങ്ങനെ ഡിഡക്റ്റ് ചെയ്തില്ല എങ്കിൽ അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാകും. അതിനെ പറയുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. ഡബിൾ കൗണ്ടിങ് ഓർത്തിരിക്കുക, ഡബിൾ കൗണ്ടിങ്. അതിനെയാണ് ഡബിൾ കൗണ്ടിങ്, മലയാളത്തിൽ ഇരട്ട ഗണന എന്നൊക്കെ പറയും. ഇരട്ട ഗണന, ഡബിൾ കൗണ്ടിങ് എന്ന് പറയും. കാരണം ഒരു വാല്യൂ, ഒരു സാധനത്തിൻ്റെ വാല്യൂ ഒന്നിലധികം തവണ നാഷണൽ ഇൻകത്തിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇപ്പോൾ വീറ്റ് നമ്മൾ ആൾറെഡി കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഫാർമർ എന്താണ് 1000 രൂപയുടെ വീറ്റ് ഉൽപ്പാദിപ്പിച്ചു. അവരുടെ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് ₹1000 ആണെന്ന് വയ്ക്കുക. 1000 രൂപയുടെ വീറ്റ് ഉൽപ്പാദിപ്പിച്ചു. ഓക്കെ ആണല്ലോ? അവിടെ ഔട്ട്പുട്ട് വാല്യൂ 1000 ആണ്. വാല്യൂ ആഡഡ് അല്ലേ ഞാൻ പറഞ്ഞ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് 1000 രൂപയാണ്. അതിൽ നിന്ന് 500 രൂപയുടെ വീറ്റ് ആര് മേടിക്കുകയാണ്? 500 രൂപയുടെ വീറ്റ് ഒരു ബേക്കർ, ദാറ്റ് മീൻസ് ഒരു ബേക്കറിക്കാരൻ മേടിച്ചു. ഓക്കെ, അദ്ദേഹം എന്താണ് 500 രൂപയുടെ വീറ്റ് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു 2000 രൂപയുടെ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചു. 2000 രൂപയുടെ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ബ്രെഡിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ എത്രയാണ്? 2000. വീറ്റിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ 1000. അപ്പോൾ അവിടുത്തെ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ, ആ ഇക്കോണമിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് എത്ര? 2000 പ്ലസ് 1000, 3000 ആണ് ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ. ക്ലിയർ ആണല്ലോ? അപ്പോൾ വീറ്റിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ, ഫാർമറുടെ ഔട്ട്പുട്ട് വാല്യൂ 1000, ബേക്കറുടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ 2000. അങ്ങനെ ആ ഇക്കോണമിയിൽ ഇവർ രണ്ടുപേരെ ഉള്ളെങ്കിൽ ആ ഇക്കോണമിയുടെ ടോട്ടൽ ഔട്ട്പുട്ട് വാല്യൂ എന്ന് പറയുന്നത് 2000 പ്ലസ് 1000 എത്രയാണ്? 3000 ആണ്. ഇതിനെ നമുക്ക് നാഷണൽ ഇൻകമായിട്ട് പരിഗണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? അപ്പോൾ അവിടെ നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എടുത്തുള്ളൂ കേട്ടോ. ഇവിടെ നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എടുത്തുള്ളൂ. അപ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട്? ഈ ഡബിൾ കൗണ്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ആ ഡബിൾ കൗണ്ടിങ് നമ്മൾ ഒഴിവാക്കണം. അത് ഒഴിവാക്കാനാണ് നമ്മൾ ഏത് മെത്തേഡ് യൂസ് ചെയ്യുന്നത്? വാല്യൂ ആഡഡ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എടുക്കാതെ വാല്യൂ ആഡഡ് എടുക്കുന്നത് ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഫാർമർ എന്ത് ഉപയോഗിക്കുന്നില്ല? പിന്നെ റോ മെറ്റീരിയൽ ഉപയോഗിക്കുന്നതായിട്ട് ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇവിടെ എന്താണ്, ആരാണ് യൂസ് ചെയ്യുന്നത്? 500 രൂപയുടെ വീറ്റ് ഉപയോഗിച്ചാണ് ബേക്കർ എന്ത് ഉൽപ്പാദിപ്പിച്ചത്? 2000 രൂപയുടെ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചത്. ഈ 500 ആൾറെഡി ഏതിനകത്തുണ്ട്? ഈ 1000-നകത്ത് കിടപ്പുണ്ട്. അത് ആൾറെഡി നാഷണൽ ഇൻകത്തിൽ വന്നു കഴിഞ്ഞു. അതിൽ നിന്നാണ് 500 രൂപയുടെ വീറ്റ് ഉപയോഗിച്ച് അദ്ദേഹം എന്ത് ചെയ്തത്? ബേക്കർ 2000 രൂപയുടെ ബ്രെഡ് ഉൽപ്പാദിപ്പിച്ചു. അപ്പം ബ്രെഡിനകത്ത് എന്തുണ്ട്? 500 രൂപയുടെ വീറ്റ് അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഈ 500 രൂപയുടെ വീറ്റ് 2 തവണ കൗണ്ട് ചെയ്യപ്പെട്ടു ഇല്ലേ? 500 രൂപയുടെ വീറ്റ് എത്ര തവണ കൗണ്ട് ചെയ്യപ്പെട്ടേ? 2 തവണ കൗണ്ട് ചെയ്യപ്പെട്ടു. ഇറ്റ് ഈസ് കാൾഡ് ഡബിൾ കൗണ്ടിങ്. ഇതിനെന്താന്ന് പറയുന്നു? ഡബിൾ കൗണ്ടിങ്. അതായത് ഒരു സാധനത്തിൻ്റെ മൂല്യം ഒന്നിലധികം തവണ കൗണ്ട് ചെയ്യപ്പെടുന്നതിനെയാണ് ഡബിൾ കൗണ്ടിങ്. അവിടെ ഇങ്ങനെ കൂട്ടി വെച്ചാൽ എന്ത് സംഭവിക്കും? ഈ 3000 എന്താണ്? ഓവർ എസ്റ്റിമേഷൻ ആണ്. അത് നമ്മുടെ റിയൽ നാഷണൽ ഇൻകം അല്ല. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സിൻ്റെ വാല്യൂ കുറയ്ക്കണം. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഗുഡ് വീറ്റാണ്. അതായത് വീറ്റ് ഉപയോഗിച്ച് ഫൈനൽ ഗുഡ് ഏതാണ്? വീറ്റ് ഉപയോഗിച്ച് കിട്ടിയ ഫൈനൽ ഗുഡ് എന്ന് പറയുന്നത് ബ്രെഡാണ്. അപ്പോൾ ബ്രെഡിൻ്റെ ഔട്ട്പുട്ട് വാല്യൂവിൽ നിന്നും ആ ബേക്കർ ഉപയോഗിച്ച ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ് ആയ വീറ്റിൻ്റെ വാല്യൂ കുറയ്ക്കണം. അപ്പോൾ 2000 മൈനസ് 500 എത്ര കിട്ടും? 1500. ആ 1500 ആണ് എന്തിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ, എന്തിൻ്റെ വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്? ബ്രെഡിൻ്റെ വാല്യൂ ആഡഡ്. ആ 1500-ഉം ഈ 1000-ഉം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 2500. നേരത്തെ നമുക്ക് 3000 അല്ലേ കിട്ടിയത്? ഇപ്പോൾ യഥാർത്ഥത്തിൽ 2500 ഉള്ളൂ. ഈ 2500 എന്ന് പറയുന്ന വാല്യൂ ആഡഡ് ആണ്. ഇതാണ് നാഷണൽ ഇൻകത്തിൽ പരിഗണിക്കുന്നത്. പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് പരിഗണിക്കേണ്ടത്. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന് പകരം ഗ്രോസ് വാല്യൂ ആഡഡ് എടുക്കുന്നത്. മനസ്സിലായോ? GVA എടുക്കുന്നത്. ഏത് പ്രശ്നം സോൾവ് ചെയ്യാൻ? ഡബിൾ കൗണ്ടിങ് എന്ന പ്രശ്നം സോൾവ് ചെയ്യുക. അപ്പോൾ ഈ പോയിന്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇതിനെ ബേസ് ചെയ്തൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇന്റർമീഡിയറ്റ് കൺസംഷനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം. അപ്പോൾ നമുക്ക് ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടും. ഇങ്ങനെയുള്ള ഗ്രോസ് വാല്യൂയുടെ ഏതൊക്കെ പ്രോഡക്ട്സിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ് ഉണ്ട്, ഏതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൻ്റെ എല്ലാം ഗ്രോസ് വാല്യൂ ആഡഡ് എടുക്കും. എന്നിട്ട് അതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് നാഷണൽ ഇൻകം ആസ് പെർ ദി പ്രോഡക്റ്റ് മെത്തേഡ്. ഓക്കെ ആണല്ലോ? ഇനി നോക്ക്, ഈ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെയാണ് കിട്ടുന്നത്? നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ എന്താ പറഞ്ഞത്? നമ്മൾ ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടിയത് വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നും വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചു. ഓക്കെ ആണല്ലോ?
ഗ്രോസ് വാല്യൂ ആഡഡ് കിട്ടിയത് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. ഇനി വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും? ദാ നോക്കിയേ, വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എങ്ങനെ കിട്ടും നോക്ക്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് Q ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. മാർക്കറ്റ് പ്രൈസിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് കൊണ്ട്. അവർ ഉൽപ്പാദിപ്പിച്ച സാധനത്തിന്റെ അളവിനെ അതിന്റെ മാർക്കറ്റ് പ്രൈസ്, നിലവിലുള്ള വില കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ആ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്നാണ് നമ്മൾ മുന്നേ എന്ത് കുറച്ചത്? വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വാല്യൂ ആഡഡ് കിട്ടി. ഓക്കെ ആണല്ലോ. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു മാർക്കറ്റ് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ, ഇതാണ് എന്തിൻ്റെ? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ. ഇനി ഇതാ നോക്ക്, അവർ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഒരുപാട്, നമ്മൾ നേരത്തെ ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫാർമറും അതുപോലെ പിന്നെ എന്താണ് ഒരു ബേക്കറിനെയും മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പോൾ ഇവർ മാത്രമല്ല, ഒരുപാട് ഫേംസ്, ഒരുപാട് ഉൽപ്പാദക യൂണിറ്റുകൾ എവിടെയുണ്ട്? നമ്മുടെ രാജ്യത്തുണ്ട്. ഇവരെല്ലാം ഫൈനൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഉണ്ട്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഇഫ് ദർ ആർ n ഫേംസ് ഇൻ ദ ഇക്കോണമി, ഒരു ഇക്കോണമിയിൽ n ഫേംസ് ഉണ്ട് എങ്കിൽ, എന്ന് വെച്ചാൽ നമുക്ക് എത്രയെന്ന് അറിയില്ല, ആയിരക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു, ഇഫ് ദർ ആർ n ഫേംസ് ഇൻ ദ ഇക്കോണമി, അങ്ങനെ n ഫേംസ് ഉണ്ട് എങ്കിൽ, ഒരു ഇക്കോണമിയിൽ n ഫേംസ് ഉണ്ട് എങ്കിൽ, GDP is the sum total of, ഓർക്കുക, GDP എന്ന് പറയുന്നത് എന്താണ്? സം ടോട്ടൽ ആണ്, ആകെത്തുകയാണ്. എന്തിൻ്റെ? ഗ്രോസ് വാല്യൂ ആഡഡ് അല്ലേ? ഗ്രോസ് വാല്യൂ ആഡഡ് GVA-യുടെ ടോട്ടൽ ആണ്. ആരുടെ? ഓഫ് ആൾ ഫേംസ് ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ആൻ ഇക്കോണമി. അപ്പോൾ ഓർക്കുക, ഒരു ഇക്കോണമിയിൽ n ഫേംസ് ഉണ്ട് എങ്കിൽ GDP എന്ന് പറയുന്നത് നാഷണൽ ഇൻകം GDP തമ്മിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ പറയാം. ആദ്യം നമ്മൾ ബേസ് ആയിട്ട് GDP എടുത്തിട്ടാണ് അതിൽ നിന്ന് നാഷണൽ ഇൻകത്തിലേക്ക് വരുന്നത്. ഓക്കെ, നമ്മൾ പറയും. അപ്പോൾ GDP എന്ന് പറയുന്നത്, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഈസ് ദ സം ടോട്ടൽ, ആകെത്തുകയാണ്. എന്തിന്റെ തുകയാണ്? വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന്റെ അല്ല, മറിച്ച് ഗ്രോസ് വാല്യൂ ആഡഡിന്റെയാണ്. ആരുടെ ഗ്രോസ് വാല്യൂ ആഡഡ്? ഓഫ് ആൾ ഫേംസ്. ആൾ ഫേംസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ n ഫേംസ് ഇല്ലേ? ആ n ഫേംസിന്റെ ഗ്രോസ് വാല്യൂ ആഡഡിന്റെ തുകയാണ്. എവിടെയുള്ള ഫേംസ് ആണ്? ഇൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് ആൻ ഇക്കോണമി. ഒരു രാജ്യത്തിന്റെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ, ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ അല്ലെ, അവരുടെ ആഭ്യന്തര പ്രദേശത്തുള്ള ഫേംസ് ആണ്. നമ്മുടെ രാജ്യത്തെ സ്ഥാപനങ്ങളായിരിക്കണം, അല്ല വിദേശ സ്ഥാപനങ്ങളല്ല. നമ്മുടെ രാജ്യത്തിനകത്തെ സ്ഥാപനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട ഫൈനൽ ഗുഡ്സിന്റെ എന്ത്? ഗ്രോസ് വാല്യൂ ആഡഡ് എടുക്കുന്നു. ആ ഗ്രോസ് വാല്യൂ ആഡഡ് എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് GDP. നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. ക്ലിയർ ആണല്ലോ? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാണാതെ തന്നെ പഠിക്കുക. ഇനി നമുക്കത് ഇക്വേഷൻ രൂപത്തിൽ എഴുതാം. GDP is equal to GVA1 എന്ന് വെച്ചാൽ n ഫേംസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് അതിനകത്ത് ആദ്യത്തെ ഫേം, ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദ ഫസ്റ്റ് ഫേം, GVA1 എന്ന് വെച്ചാൽ എന്താണ്ട്? ഗ്രോസ് വാല്യൂ ആഡഡ് ഓഫ് ദ ഫസ്റ്റ് ഫേം, ഒന്നാമത്തെ സ്ഥാപനത്തിന്റെ മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം, പ്ലസ് GVA2, രണ്ടാമത്തെ സ്ഥാപനത്തിന്റെ ഗ്രോസ് വാല്യൂ ആഡഡ്, പ്ലസ് അങ്ങനെ എവിടം വരെ ആഡ് ചെയ്യണം? GVAN വരെ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? GDP കിട്ടും. അപ്പൊ GDP is equal to GVA1 പ്ലസ് GVA2 പ്ലസ് എക്സെട്ര പ്ലസ് GVAN. ഉദാഹരണമായിട്ട് 5 സ്ഥാപനങ്ങളെ ഉള്ളെങ്കിൽ നമുക്ക് എങ്ങനെ വരും ഇക്വേഷൻ? എന്നാലോചിച്ച് നോക്കിയേ, 5 സ്ഥാപനങ്ങളെ ഇക്കോണമിയിലുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ സ്ഥാപനത്തിന്റെയും ഗ്രോസ് വാല്യൂ എടുത്തിട്ട് GDP എങ്ങനെ കിട്ടും? GDP is equal to GVA1 പ്ലസ് GVA2 പ്ലസ് GVA3 പ്ലസ് GVA4 പ്ലസ് GVA5. ഓക്കെ, ഇവിടെ നമ്മൾ n ഫേംസ് ഉള്ളത് കൊണ്ട് നമ്മൾ പറഞ്ഞു GDP is equal to GVA1 പ്ലസ് GVA2 പ്ലസ് GVA3 പ്ലസ് എക്സെട്ര പ്ലസ് GVAN എന്ന് പറയും. ക്ലിയർ അല്ലേ? ഇതാണ് GDPയുടെ ഇക്വേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് മെത്തേഡാണ്? ഇതൊക്കെ ഓപ്ഷനിൽ കാണും. ഏത് മെത്തേഡ് അനുസരിച്ചാണ്? മറക്കരുത്, പ്രോഡക്റ്റ് മെത്തേഡ്. ഓപ്ഷനിൽ ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഒക്കെ കാണും. പ്രോഡക്റ്റ് മെത്തേഡിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണിത്. ഇനി നോക്ക്, ടു റീച്ച് നാഷണൽ ഇൻകം, നമുക്കിതിൻ്റെ നാഷണൽ ഇൻകത്തിലേക്ക് പോകണമെങ്കിൽ, ദേശീയ വരുമാനത്തിലേക്ക് പോകണമെങ്കിൽ, ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മുടെ ഈ ഫൈനൽ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്തത് ഇങ്ങനെ എഴുതാം. GDP is equal to ഇവിടെ ആഡ് ചെയ്യുന്നതിന് നമുക്ക് ഏതാ സൈൻ? സിഗ്മ I is equal to 1. ഓർക്ക് I എന്ന് പറയുന്നത് ഒരു ഫേമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു.
ഇവിടെ ഫേംസിൻ്റെ ജി വി അല്ലേ കൂട്ടുന്നത്. ഐ ഈസ് ഈക്വൽ ടു 1 to n. അപ്പോൾ ഇത് വായിക്കുന്നത് എങ്ങനെയാണ്ടേ, ജി ഡി പി ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n എന്ന് വെച്ചാൽ സ്ഥാപനം 1 മുതൽ n വരെയുള്ള സ്ഥാപനങ്ങളുടെ സം. എന്തിൻ്റെ സം? ജി വി എ. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ എഴുതാം. ഇവിടെ ഒരു ഐ കൂടെ കൊടുക്കും. അപ്പോൾ ജി ഡി പി ഈസ് ഈക്വൽ ടു സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1 to n ജി വി ഐ. നമ്മൾ ഈ എഴുതിയ ഇക്വേഷൻ തന്നെയാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ. ചില ടെക്സ്റ്റുകളിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ഇക്വേഷൻ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്തു. ജി ഡി പി ഈസ് ഈക്വൽ ടു സിഗ്മ അല്ലെ, ആഡ് ചെയ്യുന്നുണ്ട് സിഗ്മ ഐ ഈസ് ഈക്വൽ ടു 1. ഐ എന്ന് പറയുന്ന ഒരു ഫേമിനെ റെപ്രസെന്റ് ചെയ്യുന്നു കേട്ടോ. ഐ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഒരു ഫേമിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഐ ഈസ് ഈക്വൽ ടു 1 to n എന്ന് വെച്ചാൽ 1 മുതൽ n വരെയുള്ള സ്ഥാപനങ്ങൾ അവരുടെ സം. എന്തിൻ്റെ സം ആണ്? ജി വി എ, ഗ്രോസ് വാല്യൂ ആഡഡിൻ്റെ സം. ഈ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും എഴുതിയേക്കുന്നത്. അതുകൂടെ ഒന്ന് നോട്ട് ചെയ്ത് വച്ചേക്കണം. ഓപ്ഷനിൽ ഇവിടെ ഏതാണ് കൊടുക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കിവിടെ ജി ഡി പി അല്ലേ കിട്ടിയത്? അല്ലേ, ജി ഡി പി ആണ് കിട്ടിയത്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആണ് കിട്ടിയത്. നമുക്ക് നാഷണൽ ഇൻകത്തിലേക്ക് എത്തിച്ചേരണം. യഥാർത്ഥത്തിൽ നാഷണൽ ഇൻകം എന്ന് പറയുന്നത്, നമ്മൾ ഇനി ഇക്വേഷനൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി വരും. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NNP-FC ആണ് കേട്ടോ. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതെന്താണെന്ന് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓർക്കുക, ജി ഡി പി ആണ് നമ്മൾ ഇതുവരെ കണ്ടത് അല്ലേ. നമുക്ക് വേണ്ടത് നാഷണൽ ഇൻകമാണ്. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് ടെക്നിക്കലി NNP-FC ആണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. എന്താണ് NNP-FC? നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ഇതിൻ്റെ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും. അപ്പോൾ അതാണ് NNP-FC. അപ്പോൾ ഇതിനകത്ത് നമുക്ക് NNP-FC-യിലേക്ക് എത്തിച്ചേരണം. NNP-FC ആണ് നാഷണൽ ഇൻകം. അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തേ ഉള്ളൂ? ജി ഡി പി അല്ലേ ഉള്ളൂ. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കാണണം? GNP കാണണം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ ആൾറെഡി കേട്ട് കാണും അല്ലേ, കണ്ടു കാണും. GDP, GNP ആ കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ പറയുന്ന ക്ലാസ്. അപ്പോൾ നമ്മൾ GDP നേരെ എങ്ങോട്ട് വരുന്നു? GNP-യിലേക്ക് വരുന്നു. GNP എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നേരത്തെ കിട്ടിയ GDP ഇല്ലേ, ആ GDP-യോടൊപ്പം എന്ത് കൂട്ടണം? NFIA കൂട്ടണം. എന്താണ് ഈ NFIA? അതും നിങ്ങൾ കേട്ട് കാണുമല്ലേ, ക്ലാസ് കണ്ടു കാണുമല്ലോ. NFI എന്ന് വെച്ചാൽ നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് അല്ലേ, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. എന്താണ് NFIA? അതായത് നമുക്ക് നമ്മുടെ ഫാക്ടറിങ്, അതായത് വിദേശത്തുനിന്ന് നമ്മുടെ ആളുകൾക്ക് കിട്ടിയ, നമ്മുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയിലെ ആളുകൾക്ക് കിട്ടിയ ഫാക്ടർ ഇൻകത്തിൽ നിന്നും നമ്മുടെ ഇക്കോണമിയിൽ നിന്നും വിദേശികൾക്ക് ലഭിച്ച ഫാക്ടർ ഇൻകം എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, വിദേശത്തുനിന്ന് നമുക്ക് ലഭിച്ച ഫാക്ടർ ഇൻകത്തിൽ നിന്നും വിദേശികൾക്ക് നമ്മുടെ രാജ്യത്ത് ലഭിച്ച ഫാക്ടർ ഇൻകം കുറയ്ക്കുന്നതാണ് NFI. ആ ക്ലാസ്സുകളിൽ നിങ്ങൾ ക്ലാരിറ്റി വന്ന് കാണും. അതാണ് NFI, നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ്. അപ്പോൾ ആ GDP-യോടൊപ്പം NFI ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? GNP കിട്ടും. ഓക്കെ, ഇനി ആ GNP-യിൽ നമ്മൾ എങ്ങോട്ട് പോകണം? NNP-യിലേക്ക് പോകണം. ഇതെല്ലാം ഈ പറഞ്ഞേക്കുന്ന എല്ലാം മാർക്കറ്റ് പ്രൈസിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ വാല്യൂ എല്ലാം എടുത്തേക്കുന്നത് നിലവിലെ മാർക്കറ്റ് പ്രൈസിലാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ NNP കിട്ടാൻ GNP-യിൽ എന്ത് കുറച്ചാൽ മതി? ഡിപ്രീസിയേഷൻ കുറച്ചാൽ മതി. തേയ്മാന ചിലവ് കുറയ്ക്കണം. ഡിപ്രീസിയേഷൻ അല്ലേ. എന്താണ് ഡിപ്രീസിയേഷൻ എന്ന് വെച്ചാൽ? ദ ലോസ് ഓഫ് വാല്യൂ ഫിക്സഡ് അസറ്റ്സ്, അല്ലെങ്കിൽ ദ വെയർ ആൻഡ് ടെയർ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. ഫിക്സഡ് അസറ്റ്സിന് വെയർ ആൻഡ് ടെയറിലൂടെ ഉണ്ടാകുന്ന ലോസ് ഓഫ് വാല്യൂവിനെ പറയുന്ന പേരാണ് എന്ത്? ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതായത് മെഷീനറിക്കൊക്കെ ഡിപ്രീസിയേഷൻ പറ്റൂലേ, ആ ഫിക്സഡ് അസറ്റ്സിന് ഉണ്ടാകുന്ന തേയ്മാന ചിലവ്, അതാണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ ആ GNP, നമുക്കിപ്പോൾ കിട്ടിയ GNP-യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ അത് എന്തിലേക്ക് കിട്ടും? നമുക്ക് NNP കിട്ടും, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടും. അപ്പോൾ GDP-യോടൊപ്പം NFI ആഡ് ചെയ്തപ്പോൾ നമുക്ക് GNP കിട്ടി. ആ GNP-യിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? NNP കിട്ടി, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? NNP-FC ആണ്. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്ന് പറയും കേട്ടോ. NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുമെന്ന്. അപ്പോൾ NNP-FC ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് നാഷണൽ ഇൻകം അല്ലേ. NNP-FC ആണ് നാഷണൽ ഇൻകം, ഈസ് ഈക്വൽ ടു എന്താണ്? NNP-MP. NNP-MP എന്ന് വെച്ചാൽ ഈ NNP മുകളിൽ പറഞ്ഞിരിക്കുന്ന എല്ലാം മാർക്കറ്റ് പ്രൈസിലാണ് പറഞ്ഞിരിക്കുന്നത്. അതോടെ എടുത്ത് പറയുന്നതേ ഉള്ളൂ. NNP-MP മൈനസ് NIT, നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NIT എന്താണ്ടേ? നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. അപ്പോൾ NNP അറ്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും NIT കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് വരും? NNP-FC കിട്ടും. ദാറ്റ് മീൻസ് നാഷണൽ ഇൻകം കിട്ടും. അപ്പോൾ GDP-യിൽ നിന്നും ആദ്യം എന്തിലേക്ക് വന്നു? നമ്മൾ GNP-യിലേക്ക് വന്നു.
GDP-യുടെ ഇപ്പോൾ NFI കൂട്ടിയപ്പോൾ GNP കിട്ടി. ആ GNP-യിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ചപ്പോൾ NNP കിട്ടി. ആ NNP-യിൽ നിന്നും എന്താണ് NIT കുറച്ചപ്പോൾ നെറ്റ് ഇൻഡയറക്റ്റ് ടാക്സ്. NIT-യുടെ ഇക്വേഷൻ ഇതാണ്. അത് നിങ്ങൾ ആ ക്ലാസ് കണ്ടു കാണും. NIT is equal to IT minus S. ഇൻഡയറക്റ്റ് ടാക്സിൽ നിന്ന് എന്ത് കുറയ്ക്കണം? സബ്സിഡി കുറയ്ക്കുന്നതാണ് NIT. അപ്പോൾ NNPMP-യിൽ നിന്നും, കാരണം മാർക്കറ്റ് പ്രൈസിലുള്ള NNP-യിൽ നിന്നും NIT കുറയ്ക്കുമ്പോൾ നമുക്ക് ഫാക്ടർ കോസ്റ്റിലുള്ള NNP കിട്ടും. ഫാക്ടർ കോസ്റ്റിലുള്ള NNP-യെ വിളിക്കുന്ന പേരാണ് നാഷണൽ ഇൻകം. ദാറ്റ് മീൻസ് NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. ക്ലിയർ ആണല്ലോ? ഇതാണ് നാഷണൽ ഇൻകം. നാഷണൽ ഇൻകം എന്ന് പറയുന്നത് NI, നാഷണൽ ഇൻകം. ഇതാണ്, ഇങ്ങനെയാണ് പ്രോഡക്റ്റ് മെത്തേഡ് അനുസരിച്ച് നമ്മൾ എവിടെ എത്തിച്ചേരുന്നത്? നാഷണൽ ഇൻകത്തിൽ എത്തിച്ചേരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളോടുകൂടി തന്നെയാണ് ഒന്നുകൂടി അഡീഷണൽ ആയിട്ട് നോട്ട്സ് ആഡ് ചെയ്തേക്കുന്നേ ഉള്ളൂ. വാല്യൂ ഓഫ് ഔട്ട്പുട്ട് ഈസ് ഈക്വൽ ടു പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലേ? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് എന്നാണ് പറഞ്ഞത് അല്ലേ? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ഇതിന് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. നോർമലി പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ആണ് പറയുന്നത്. ഇതിന് മറ്റൊരു ഇക്വേഷൻ കൂടിയുണ്ട്. അത് പറയാനാണ് ഇവിടെ നമ്മൾ ഒന്നുകൂടി ഇത് ആഡ് ചെയ്തത്. എന്താണ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്? സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ എക്സാമിന് ചോദിക്കുമ്പോൾ എന്താണ് ചൂസ് ദ കറക്റ്റ് ഇക്വേഷൻ ഓഫ് വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ട് ഏതാണ്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്. ചിലപ്പോൾ അത് ഓപ്ഷനിൽ കാണില്ല. പകരം ഏത് തരും? സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് തരും. അപ്പോൾ ഓർക്കുക, വാല്യൂ ഓഫ് ഔട്ട്പുട്ടിന് രണ്ട് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് വാല്യൂ ആഡഡ് മെത്തേഡ് അനുസരിച്ച് വാല്യൂ ആഡഡ് കാണണമെങ്കിൽ ആദ്യം വാല്യൂ ഓഫ് ഔട്ട്പുട്ട് വേണമല്ലോ. അത് രണ്ട് രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്ന് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട്, മറ്റൊന്ന് സെയിൽസ്. കാരണം ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യപ്പെടില്ല? വിറ്റുപോകില്ല അല്ലേ? അപ്പോൾ അതിൽ കുറച്ചെണ്ണം, ഇപ്പോൾ ഒരു 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, ഏതെങ്കിലും ഒരു സാധനം 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, അതിൽ 800 എണ്ണം വിറ്റുപോയി. അപ്പോൾ സെയിൽസ് എത്രയാണ്? 800. അപ്പോൾ സെയിൽസിൻ്റെ വാല്യൂ 800ഉം അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സെയിൽസ് പ്ലസ് ബാക്കിയുള്ളത് എന്താണ്? അവർ നെക്സ്റ്റ് ഇയറിലേക്ക് അവർ കൂട്ടിച്ചേർക്കും അല്ലേ? അതിനെ നമ്മൾ ഇൻവെൻ്ററി എന്ന് പറയും. ഇൻവെൻ്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയും. അപ്പോൾ ആ ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണെന്ന് വെച്ചാൽ വിൽക്കപ്പെടാതെ നമ്മൾ അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, അതിൽ 800 യൂണിറ്റ് വിറ്റുപോയി, ബാക്കി എത്രയുണ്ട്? 200 യൂണിറ്റ് ഉണ്ട്. ആ 200 യൂണിറ്റ് അവരെന്ത് ചെയ്യും? നെക്സ്റ്റ് ഇയറിലേക്ക് ആഡ് ചെയ്യും, നെക്സ്റ്റ് ഇയറിലെ പ്രൊഡക്ഷനിലേക്ക് ആഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ സ്റ്റോക്ക്, ചേഞ്ച് ഇൻ ഇൻവെൻ്ററി എന്നൊക്കെ പറയും. ചേഞ്ച് ഇൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി എന്ന് പറയും. അപ്പോൾ ആ സെയിൽസിനോടൊപ്പം ചേഞ്ച് ഇൻ സ്റ്റോക്ക് കൂടി ചേരുന്നതാണ് എന്ത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഇങ്ങനെയും ഇതിനെ വ്യാഖ്യാനിക്കാം. സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി എന്ന് പറയും കേട്ടോ. ചേഞ്ച് ഇൻ സ്റ്റോക്കിനെ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി എന്നും പറയും. ഇനി ആ ചേഞ്ച് ഇൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി കിട്ടുന്നത് എങ്ങനെയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ആ സ്ഥാപനത്തിന് ഒരു അക്കൗണ്ടിങ് ഇയർ കാണുമല്ലോ, ഒരു അക്കൗണ്ടിങ് പീരീഡ് ഉണ്ട്. ആ അക്കൗണ്ടിങ് പീരീഡിലെ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ചേഞ്ച് ഇൻ സ്റ്റോക്ക് കിട്ടുന്നത്. ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും അല്ലെ, വിൽപ്പനയെല്ലാം കഴിഞ്ഞ് ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. ആ ക്ലോസിംഗ് സ്റ്റോക്കിൽ നിന്നും ഇവർ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് ഒരു ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടല്ലോ, ആ ഓപ്പണിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി. മറ്റൊരു ഇക്വേഷൻ പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിംഗ് ദി ഇയർ. അങ്ങനെയും നമുക്ക് എഴുതാം. പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ മൈനസ് സെയിൽസ്. ഒരു സ്ഥാപനത്തിന്റെ ഒരു വർഷത്തെ ഉൽപ്പാദനത്തിൽ നിന്നും അവരുടെ സെയിൽസ് കുറച്ചാൽ എന്ത് കിട്ടും? ചേഞ്ച് ഇൻ ഇൻവെൻ്ററി കിട്ടും അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റോക്ക് കിട്ടും. 1000 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു, അതിൽ നിന്നും വിറ്റുപോയത് എത്രയാണ്? ചേഞ്ച് ഇൻ അവരുടെ വാല്യൂ ഓഫ് സെയിൽസ് എന്ന് പറയുന്നത് 800 ആണ്. അപ്പോൾ 1000-ൽ നിന്ന് 800 കുറയ്ക്കുമ്പോൾ 200 കിട്ടും. അതെന്താണ്? ചേഞ്ച് ഇൻ സ്റ്റോക്ക് ആണ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഇൻവെൻ്ററി. രണ്ട് ഇക്വേഷൻ ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദ ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ. മനസ്സിലായില്ലേ? അതാണ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. അപ്പോൾ ആദ്യം സെയിൽസിനോടൊപ്പം ഈ ചേഞ്ച് ഇൻ സ്റ്റോക്ക് കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വാല്യൂ. കാരണം അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ കാരണം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങളും വിറ്റ് പോകില്ല. അപ്പോൾ ആ വിറ്റതിനോടൊപ്പം എന്താണ് ബാക്കിയുള്ളതുണ്ടല്ലോ ചേഞ്ച് ഇൻ സ്റ്റോക്ക്, അത് അടുത്ത വർഷത്തേക്ക് ആഡ് ചെയ്യും. അതുകൂടി ചേർക്കുന്നതാണ് എന്ത്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. വാല്യൂ ഓഫ് ഔട്ട്പുട്ട്. ഓക്കെ. അപ്പോൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ട് രണ്ട് ഇക്വേഷൻ കാണാതെ പഠിക്കുക. പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സെയിൽസ് പ്ലസ് ചേഞ്ച് ഇൻ സ്റ്റോക്ക്. ചേഞ്ച് ഇൻ സ്റ്റോക്കിന്റെ ഇക്വേഷൻ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ചേഞ്ച് ഇൻ സ്റ്റോക്കിന് നമ്മൾ എന്തെന്ന് പറയും? ചേഞ്ച് ഇൻ ഇൻവെൻ്ററി എന്നും പറയാറുണ്ട്. ചേഞ്ച് ഇൻ ഇൻവെൻ്ററി എന്നും പറയാറുണ്ട്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് ആണ്. അല്ലെങ്കിൽ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പ്രൊഡക്ഷൻ ഡ്യൂറിംഗ് ദി ഇയർ മൈനസ് സെയിൽസ് ഡ്യൂറിംഗ് ദ ഇയർ. ക്ലിയർ ആണല്ലോ? ഇനി the main advantage of the value added method is that
ഇറ്റ് എലിമിനേറ്റ്സ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ വാല്യൂ ആഡഡ് മെത്തേഡ് ഈസ് ദാറ്റ് ഇറ്റ് എലിമിനേറ്റ്സ് ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, ഏത് മെത്തേഡിന്റെ, പ്രോഡക്റ്റ് മെത്തേഡിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് എലിമിനേറ്റ്സ്, ഈ മെത്തേഡ് ഒഴിവാക്കുന്നു. എന്തൊഴിവാക്കുന്നു? ദ പ്രോബ്ലം ഓഫ് ഡബിൾ കൗണ്ടിങ്. ഏത് പ്രശ്നം ഇതിൽ വരുന്നില്ല? ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോബ്ലം ഇതിൽ കടന്നു വരുന്നില്ല. ഇരട്ടഘടന എന്ന് പറയുന്ന പ്രശ്നം കടന്നു വരുന്നില്ല. വൈ? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? എങ്ങനെയാണ് നമ്മളത് ഒഴിവാക്കിയത്? അത് ഒഴിവാക്കിയത് എങ്ങനെയാണ്? നമ്മൾ വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് എന്ത് കുറച്ചു? ഇന്റർമീഡിയറ്റ് കൺസംഷൻ നമ്മൾ കുറച്ചു. അപ്പോഴാണ് ആ പ്രശ്നം സോൾവ് ചെയ്യപ്പെട്ടത് അല്ലേ. ഇനി ഡബിൾ കൗണ്ടിങ് ഒക്കേഴ്സ്. എപ്പോഴാണ് ഡബിൾ കൗണ്ടിങ് ഉണ്ടാകുന്നത്? ഡബിൾ കൗണ്ടിങ് ഒക്കേഴ്സ് when the value of good is included more than once in the calculation of national income. അല്ലേ? ഡബിൾ കൗണ്ടിങ് occurs when the value of good is included more than once in the calculation of national income. ദേശീയ വരുമാനം കണക്കാക്കലിൽ ഒന്നിലധികം തവണ ഒരു സാധനത്തിന്റെ മൂല്യം ഇൻക്ലൂഡ് ചെയ്താൽ ഏത് പ്രശ്നം വരും? ഡബിൾ കൗണ്ടിങ് എന്ന പ്രശ്നം ഉണ്ടാകും. അങ്ങനെയാണ് ഡബിൾ കൗണ്ടിങ്, നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഡബിൾ കൗണ്ടിങ് എന്ന പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഡബിൾ കൗണ്ടിങ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഡബിൾ കൗണ്ടിങ് occurs എപ്പോഴാ? when the value of good is included more than once in calculation of national income. ദേശീയ വരുമാനം കണക്കാക്കലിൽ ഒരു സാധനത്തിന്റെ മൂല്യം ഒന്നിലധികം തവണ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നു. ദാറ്റ് പ്രോബ്ലം ഈസ് കാൾഡ് ഡബിൾ കൗണ്ടിങ് ഇല്ലേ. അതിന്റെ സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു. സൊല്യൂഷൻ എന്താണ്? കാൽക്കുലേറ്റ് GVA. അത് ഒഴിവാക്കാനാണ് എന്ത് കാൽക്കുലേറ്റ് ചെയ്തത്? ഗ്രോസ് വാല്യൂ ആഡഡ് എടുത്തത് അല്ലേ. GVA എങ്ങനെ കിട്ടിയത് നമുക്ക്? വാല്യൂ ഓഫ് ഔട്ട്പുട്ട് മൈനസ് വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ. വാല്യൂ ഓഫ് ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ എന്ത് കുറച്ചു? വാല്യൂ ഓഫ് ഇന്റർമീഡിയറ്റ് കൺസംഷൻ കുറച്ചു. അപ്പം നമുക്ക് GVA കിട്ടി. ഏത് പ്രശ്നം സോൾവ് ആയി? ഡബിൾ കൗണ്ടിങ് എന്ന പ്രശ്നം സോൾവ് ആയി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇത്രയുമാണ് എന്തിൻ്റെ പ്രോഡക്റ്റ് മെത്തേഡിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത്. ഓക്കെ, ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഹാരി റേസ് പ്ലസ്. നമ്മളൊന്ന് നോക്കുന്നത് പ്രോബബിലിറ്റിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മളൊന്ന് നോക്കുന്നത്. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ് ഇതിൽ വരുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ബേസ് ഇക്വേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ബേസ് തിയറം എന്ന് പറയുന്ന ഒരു മേഖലയാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് ചെയ്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള വീഡിയോകൾ അല്ലെങ്കിൽ പാർട്ട് 1ഉം പാർട്ട് 2ഉം തീർച്ചയായിട്ടും കണ്ടതിന് ശേഷം മാത്രം ഇതിലേക്ക് വരിക. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഇമ്പോസിബിൾ ഇവന്റ്സിനെ കുറിച്ചും ഒക്കെ നമ്മളവിടെ ചർച്ച ചെയ്തതാണ്. രണ്ടാമത്തതിൽ ഇൻഡിപെൻഡന്റ് ഇവന്റ്, ഡിപെൻഡന്റ് ഇവന്റ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ടാമത്തെ പാർട്ടിൽ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ എല്ലാം കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ബേസ് ഇക്വേഷൻ അല്ലെങ്കിൽ ബേസ് തിയറം എന്ന് പറയുന്ന ഈ ഒരു മേഖല. ഒപ്പം തന്നെ നിങ്ങൾ എഴുതുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു പേപ്പറും പേനയും എടുത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്ത് പോകുന്നത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഇതിൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ബേസ് തിയറം അല്ലെങ്കിൽ പാർട്ടീഷൻ ഓഫ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു മേഖലയെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ക്ലിയർ ആയിട്ട് പറയുന്നത് ബേസ് തിയറത്തെ കുറിച്ചാണ്. ബേസ് തിയറം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡെഫിനിഷൻസ് എന്താണ്, അതിൻ്റെ ഇക്വേഷൻസ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ബേസ് തിയറം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി ഫോർമുല എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മളത് പഠിച്ചു കഴിഞ്ഞതാണ്, നമ്മളത് പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ഒന്നുകൂടെ വ്യക്തമായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, നമ്മളത് പറഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത പോർഷനിലേക്ക് പോവുക. അപ്പോൾ കണ്ടീഷണൽ പ്രോബബിലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. ദി പ്രോബബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് എനി ഇവന്റ് എ വെൻ അനദർ ഇവന്റ് ബി ഇൻ റിലേഷൻ ടു എ ഹാസ് ഓൾറെഡി ഒക്കേർഡ് ഈസ് നോൺ ആസ്. അതായത് ബി എന്ന് പറയുന്ന ഇവന്റ് ഇപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ദ എ ഗിവൺ ബി അല്ലെങ്കിൽ എ ബാർ ബി എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബാർ ബി എന്ന് പറയുന്നത് എന്താണ്? ബി എന്ന് പറയുന്ന ഇവന്റ് നടന്നതിന് ശേഷം എയുടെ പ്രോബബിലിറ്റി എന്താണ് എന്നുള്ളത് സൂചിപ്പിക്കാനാണ് എന്ത് തന്നിരിക്കുന്നത്, പ്രോബബിലിറ്റി ഓഫ് എ ബാർ ബി എന്നല്ലെങ്കിൽ എ ഗിവൺ ബി എന്നുള്ളത് തന്നിരിക്കുന്നത്. അതായത് ബി ഓൾറെഡി ഒക്കർ ചെയ്ത ഒരു ഇവന്റ് ആണ്. ബി എന്ന് പറയുന്നത് ഓൾറെഡി ഒക്കർ ചെയ്ത ഒരു ഇവന്റ് ആണ്. അപ്പൊ അതിനുശേഷം വരുന്ന എ എന്ന് പറയുന്ന ഇവന്റിന്റെ പ്രോബബിലിറ്റി എന്താണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിള് ഒരിക്കലും മറക്കാതിരിക്കുക. പി ഓഫ് എ ബാർ ബി അല്ലെങ്കിൽ പി ഓഫ് എ ഗിവൺ ബി എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം.
അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്ക് ഇക്വേഷൻ ശ്രദ്ധിക്കുക. അതാ ഇവിടെ എ ബി എന്നുള്ളതാണ് തന്നിരിക്കുന്നത്, എ ബി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇക്വേഷൻ എഴുതുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് എങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇതാ ശ്രദ്ധിക്കുക, എയും ബിയും വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഇവിടെയും എന്ത് വന്നിട്ടുണ്ട്, എയും ബിയും വന്നിട്ടുണ്ട് അല്ലേ? ക്ലിയർ ആയോ? അടുത്ത ഇവിടെ നോക്ക്, പ്രോബിലിറ്റി ഓഫ് ബി. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് നോക്ക്, ഇവിടെ തന്നിരിക്കുന്നത് ബി ആണ്, ഇവിടെ തന്നിരിക്കുന്നത് ബി ആണ്. അപ്പൊ ഇതെങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ പ്രോബിലിറ്റി ഓഫ് എ ബാർ ബി എന്നുള്ളത് തന്നിരിക്കുകയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി. അപ്പോൾ ഈ എ ബി എന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടി, അതേപോലെ നമ്മൾ ഇവിടെ എഴുതി എ ബി. അതേപോലെ തന്നെ ബി എന്ന് പറയുന്നത് രണ്ടാമത് വന്നിരിക്കുന്നത് ബി ആണ്, ആ ബി നമ്മളിവിടെ കൊടുക്കുകയും ചെയ്തു. അതേപോലെ തന്നെ സെയിം ഇക്വേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്, പ്രോബിലിറ്റി ഓഫ് ബി ബാർ എ അല്ലെങ്കിൽ ബി ഗിവൺ എ. എ എന്ന് പറയുന്ന ഇവന്റ് നടന്നതിന് ശേഷം ബിയിൽ എന്തുണ്ട് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രോബിലിറ്റി ഓഫ് ബി ആഫ്റ്റർ ഒക്കറിംഗ് എ എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ വരുന്നു, ഇതാ നോക്കൂ, ബി ഉണ്ട് എ ഉണ്ട്, ബി ഉണ്ട് എ ഉണ്ട്, അതേപോലെ നമ്മൾ എന്ത് ചെയ്തു, മാർക്ക് ചെയ്തു ബി എ, ബി ഇന്റർസെക്ഷൻ എ, പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ താഴെ എന്താണോ കിടക്കുന്നത് അല്ലെങ്കിൽ അവസാനം എന്താണോ വരുന്നത് അത് നമ്മൾ ഇവിടെ കൊടുത്തു. ഡിനോമിനേറ്ററിൽ നമ്മൾ ആ പി ഓഫ് എ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ ഈ പറഞ്ഞ ഇക്വേഷൻസ് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്, ഇത് തമ്മിൽ തിരിഞ്ഞു പോകാതിരിക്കാനാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അപ്പോൾ എ ബി എന്നാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡ് ബൈ ബി, രണ്ടാമത് ബി ആണ്. അപ്പോൾ ആ ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് ചെയ്തു, ബി എന്നെ കൊടുത്തു. ഇവിടെ ബി ബാർ എ എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ബി ബാർ എ എന്നുള്ളതാണെങ്കിൽ ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡ് ബൈ രണ്ടാമത് വന്നിരിക്കുന്നത് എ ആണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മൾ എ എന്ന് കൊടുത്തു. രണ്ടാമത് വന്നിരിക്കുന്നതാണ് എ എന്ന് പറയുന്നത്, ഒരിക്കലും രണ്ടാമത് നടന്ന സംഭവമല്ല എ, ആദ്യം നടന്ന സംഭവമാണ് എ എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് എ അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഇവന്റ്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഓർ ദി പ്രോബിലിറ്റി ഓഫ് എ വിച്ച് ഹാപ്പൻസ് ആഫ്റ്റർ ബി. പ്രോബിലിറ്റി ഓഫ് എ, എയുടെ പ്രോബിലിറ്റി ആണ് ബി എന്ന് പറയുന്ന ഇവന്റ് നടന്നതിന് ശേഷം. ഓക്കെ, അടുത്ത ബി ഗിവൺ എ എന്ന് പറയുന്നത് എന്താണ്, പ്രോബിലിറ്റി ഓഫ് ബി വിച്ച് ഹാപ്പൻസ് ആഫ്റ്റർ എ. പ്രോബിലിറ്റി ഓഫ് ബി, പ്രോബിലിറ്റി ബിയുടെ പ്രോബിലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, വിച്ച് ഹാപ്പൻസ് ആഫ്റ്റർ എ. എ എന്ന് പറയുന്ന ഇവന്റ് ഓൾറെഡി നടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർസെക്ഷൻ എന്താണ് അതിന്റെ പ്രത്യേകത, ഇന്റർസെക്ഷൻ വരുമ്പോഴത്തേക്ക് ആൻഡ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദി പ്രോബിലിറ്റി ഓഫ് ഹാപ്പനിങ് ഓഫ് ബോത്ത് എ ആൻഡ് ബി, എയും ബിയും കൂടെ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയിൽ പറയുന്നത്. പി ഓഫ് എ എന്ന് പറയുന്നത് ഇവന്റ് എയുടെ പ്രോബിലിറ്റിയും പി ഓഫ് ബി എന്ന് പറയുന്നത് ഇവന്റ് ബിയുടെ പ്രോബിലിറ്റി. ഓക്കെ, പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. കണ്ടീഷണൽ പ്രോബിലിറ്റി ഫോർമുലയുടെ ഇക്വേഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്നുള്ളതും, പ്രോബിലിറ്റി ഓഫ് ബി ഗിവൺ എ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ബി ഇന്റർസെക്ഷൻ എ ഡിവൈഡഡ് ബൈ പ്രോബിലിറ്റി ഓഫ് എ എന്നുള്ളതുമാണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഇക്വേഷൻസ് എഴുതുമ്പോഴത്തേക്ക് പരസ്പരം തിരിഞ്ഞു പോവാതെ ഇരിക്കുക. ഓക്കെ, അടുത്ത ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ എസ് എന്ന് പറയുന്ന ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്. സാമ്പിൾ സ്പേസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ സ്പേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം കൂടെ ഒരു സെറ്റിനകത്താക്കി മാറ്റുന്ന അല്ലെങ്കിൽ റിസൾട്ടുകളെല്ലാം കൂടെ എടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് സാമ്പിൾ സ്പേസസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഓരോ പോയിന്റ്സിനും അതിനകത്ത് വരുന്ന ഓരോ മെമ്പേഴ്സിനെ നമ്മൾ പറയും സാമ്പിൾ പോയിന്റ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ എക്സ്പെരിമെന്റ്, സാമ്പിൾ ഒരു എക്സ്പെരിമെന്റ് നടക്കുകയാണ്, അതിനുള്ള സാമ്പിൾ സ്പേസസ് ആണ് ഏതെന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് ഒരു ഇവന്റ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എസ് ഗീവൺ എ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഗീവൺ എ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 1 ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ പ്രൂഫായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, പഠിക്കേണ്ടതില്ല. നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി മാത്രമായിട്ട് എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പ്രോബിലിറ്റി ഓഫ് എസ് ബാർ എ അല്ലെങ്കിൽ എസ് ഗീവൺ എ എന്ന് പറയുന്നതും പ്രോബിലിറ്റി ഓഫ് എ ഗീവൺ എ എന്ന് പറയുന്നതും എന്താണ്, 1 എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്ന സാമ്പിൾ സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ എയും ബിയും എന്ന് പറയുന്നത് എന്താണ്, 2 ഇവന്റുകളാണ്. എയും ബിയും എന്ന് പറയുന്നത് 2 ഇവന്റുകളാണ്. ഈ ബി എനി അതർ ഇവന്റ് സച്ച് ദാറ്റ് പി ഓഫ് ഇ ഈസ് നോട്ട് ഈക്വൽ ടു 0. പി ഓഫ് ഇ എന്ന് പറയുന്നത്, പ്രോബിലിറ്റി ഓഫ് ഇ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 എന്നുള്ളതാണ് പറയുന്നത്. അതായത് അത് എന്തായിരിക്കും, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 കൂടുതലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നൊരു കാര്യമാണ് നോക്കൂ, പി ഓഫ് എ യൂണിയൻ ബി ഗിവൺ ഇ. P of A union B given E is equal to P of A given E. P of A given E plus P of B given E minus P of A intersection given E. P of A intersection given E.
ഏത് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്? നമ്മൾ അവിടെ പഠിച്ച ഒരു സെറ്റിൽ നമ്മൾ പഠിച്ച A യൂണിയൻ B ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബിലിറ്റി ഓഫ് B മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇക്വേഷൻ ഇവിടെ പ്രോബിലിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ സെറ്റ് പഠിച്ചപ്പോഴും ഇതേപോലെ തന്നെ A യൂണിയൻ B ഈസ് ഈക്വൽ ടു A പ്ലസ് B മൈനസ് A ഇന്റർസെക്ഷൻ B എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സെറ്റിനെ റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷനുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അതിലൊരു പ്രോബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും ഓരോ E വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. A യൂണിയൻ B ഗിവൺ E. അടുത്ത് P ഓഫ് A എന്ന് പറഞ്ഞിട്ട് ഗിവൺ E, P ഓഫ് B എന്ന് പറഞ്ഞിട്ട് ഗിവൺ E മൈനസ് A ഇന്റർസെക്ഷൻ B പറഞ്ഞതിന് ശേഷം അതിനുശേഷവും ഒരു E, അതായത് ഇവന്റ് ആണ്, ഇവന്റുകൾക്ക് ശേഷം വരുന്നതിനെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം P ഓഫ് A ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്നാണ്. P ഓഫ് E എന്ന് പറയുന്നത് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, 0 ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് വരുന്നത് കോംപ്ലിമെന്റ് കണക്ട് ചെയ്തിട്ട് ആണ് നമുക്ക് വരുന്ന അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. P ഓഫ് A കോംപ്ലിമെന്റ് ഗിവൺ B, P ഓഫ് A കോംപ്ലിമെന്റ് ഗിവൺ B എന്താണ്? P ഓഫ് A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നോട്ട് A എന്നുള്ളതാണ് മീനിങ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. P ഓഫ് A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഓഫ് നോട്ട് A എന്നുള്ളതാണ്. അപ്പോൾ നോട്ട് A ഗിവൺ B, B എന്ന് പറയുന്ന ഇവന്റിന് ശേഷം A സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത എന്നുള്ളതിനെ കുറിച്ചാണെങ്കിൽ 1 മൈനസ് P ഓഫ് A ഗിവൺ B, 1 മൈനസ് P ഓഫ് A ഗിവൺ B നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് P ഓഫ് A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? P ഓഫ് A കോംപ്ലിമെന്റ് എന്താണെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? 1 മൈനസ് P ഓഫ് A എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. 1 മൈനസ് P ഓഫ് A എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. സെയിം തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. P ഓഫ് A കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് P ഓഫ് A എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ ഏതും കൂടെ ചേർത്തിരിക്കുന്നു, B എന്നുള്ള ഇവന്റിനെയും കൂടെ കണക്ട് ചെയ്ത്, അതായത് റിലേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കോംപ്ലിമെന്ററി ഇവന്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷണൽ പ്രോബിലിറ്റി ഫോർമുല എന്ന് പറയുന്നത് പരസ്പരം റിലേറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ പഠിക്കുന്ന ഈ ഇക്വേഷൻ എല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുന്നു, ഒരു ഇവന്റിനെയും കൂടെ കണക്ട് ചെയ്ത് പറയുന്നു. ആഫ്റ്റർ A അല്ലെങ്കിൽ ആഫ്റ്റർ B, ഒരു ഇവന്റ് നടന്നതിന് ശേഷമുള്ള കാര്യം, അല്ലെങ്കിൽ അവ തമ്മിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മളിവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ വന്നിരിക്കുന്നത്. ഈ ഇക്വേഷനെ കണക്ട് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് പറഞ്ഞിരിക്കുന്നത്. നമ്മളിവിടെ പറയുമ്പോഴത്തേക്ക് ഏത് പറയും? P ഓഫ് A യൂണിയൻ B, A യൂണിയൻ B ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈസ് ഈക്വൽ ടു P ഓഫ് A പ്ലസ് P ഓഫ് B മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ B. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഏത് പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ പ്രോപ്പർട്ടി പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ബേസ് തിയറത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രധാനമായും നമ്മൾ പഠിക്കേണ്ട ഒരു സാധനമാണ് പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസസ് എന്ന് പറയുന്നത്. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നതിനെ പാർട്ടീഷൻ ചെയ്യുക, ആ സെയിം മീനിങ് തന്നെയാണ്. ഇപ്പോൾ ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്, ഈ കാണുന്ന ഒരു സാമ്പിൾ സ്പേസസ് ആണെങ്കിൽ അതിനെ ഓരോരോ ഇവന്റുകളാക്കി ഇതേപോലെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, പല പല കഷ്ണങ്ങളാക്കി എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റുന്നു എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ മീനിങ് ആയിട്ട് വരുന്നത്. ബേസിക് ആയിട്ട് അത് തന്നെയാണ് മീനിങ്. പക്ഷെ അങ്ങനെ ഒരു എന്താണ്, നമുക്കൊരു കേക്ക് എടുത്ത് മുറിക്കും കണക്ക് അത് മുറിക്കാൻ കഴിയില്ല. പറയുന്നത് ഇങ്ങനെയാണ്: എ സെറ്റ് ഓഫ് ഇവന്റ് E1 എന്ന് പറയുന്നത് ഒരു ഇവന്റ്, E2 EN എന്ന് പറയുന്നത് വരെ ഒരു ഇവന്റ്, അതായത് ഇവന്റുകൾ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സെറ്റ് ടു റെപ്രസെന്റ് പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എസ്. സാമ്പിൾ സ്പേസ് എസിനകത്തുള്ള ഇവന്റ്സിനെ കുറിച്ചാണ് ഈ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന പ്രത്യേകത എന്ത്? എ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E ഓഫ് I ഇന്റർസെക്ഷൻ E ഓഫ് J എന്ന് പറയുന്നത് ഒരു നൾ സെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, വേറെ എലമെന്റ്സ് ഒന്നും വരുന്നില്ല. ഇനി ഐയുടെയും ജെയുടെയും വില തന്നിട്ടുണ്ട്, അതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 2 3 എക്സെട്ര n ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ഇവന്റ്സ് എടുക്കുകയാണ്. E1 എന്ന് പറയുന്ന ഇവന്റ് എടുത്തു, E2 എന്ന് പറയുന്ന ഇവന്റ് എടുത്തു. ഇവ തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് നോക്കിയാൽ അവിടെ എന്തെങ്കിലും കാണുമോ? ഇല്ല, അവിടെ ഒന്നും കാണത്തില്ല. അതായത് അവിടെ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും കാണുന്നില്ല. അതാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തത്, നൾ എന്നുള്ള പോയിന്റ് കൊടുത്തത്. അതേപോലെ തന്നെ ഇവന്റ് 2 എന്നുള്ളതും ഇവന്റ് 3 എന്നുള്ളതും നമ്മൾ എടുത്തു എന്ന് വിചാരിച്ചു. ഇവന്റ് 2 എടുത്തു, ഇവന്റ് 3 എടുത്തു, ഇവന്റ് 2 എടുത്തു, ഇവന്റ് 3 എടുത്തു. ഇവന്റ് 3 എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തും എന്ത് ചെയ്യാൻ പാടില്ല, കോമൺ ആയിട്ട് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോയിന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതായത്
അതായത് ഓരോ പെയർ എടുക്കുമ്പോഴത്തേക്കും ഇതിൽ ഓരോ ഇവന്റുകളായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാലും അതിന് തമ്മിൽ എന്ത് ചെയ്യുക, ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവ തമ്മിൽ ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും വരുന്നില്ല. നമ്മളവിടെ പഠിച്ചതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് പഠിച്ചപ്പോഴത്തേക്ക് നമ്മളവിടെ പഠിച്ചതാണ് ഒരു 2 ഇവന്റുകൾ എടുത്തു കഴിഞ്ഞാൽ അവയ്ക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, പ്രത്യേകത ഒന്നും വരുന്നില്ല, കോമൺ ആയിട്ട് അവിടെ എന്ത് ചെയ്യുന്നില്ല, ഒരു ഇവന്റ് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ മ്യൂച്വലി എക്സ്ക്ലൂസീവ് രണ്ട് സാമ്പിൾ സ്പേസുകൾ തമ്മിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ് എന്നുള്ളതാണ് ഈ തന്നിരിക്കുന്നത്. ഒരു പാർട്ടീഷൻ ഓഫ് എ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്ന ഈ ഒരു മേഖല ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പെയർ വൈസ് ഡിസ്ജോയിന്റ് എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഡിസ്ജോയിന്റ് എന്ന് പറയുന്നത് ഡിസ്ജോയിന്റ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ഇതിനകത്ത് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വേറെ എലമെന്റ്സ് ഒന്നും വരുന്നില്ല, അത്ര മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തത് നോക്കാം. രണ്ടാമത്തത് നമ്മൾ പഠിച്ചിട്ടുള്ള സെയിം കാര്യം തന്നെയാണ്. നോക്ക്, ഈ വൺ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, അതേപോലെ തന്നെ E2 എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്. അങ്ങനെ ഇവന്റുകളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, യൂണിയൻ എടുക്കുന്നു. ഇവന്റുകളുടെ എല്ലാം കൂടെ യൂണിയൻ എടുത്തപ്പോഴത്തേക്ക് എന്തായിട്ട് കിട്ടി, അതൊരു സാമ്പിൾ സ്പേസ് ആയിട്ട് മാറി. അതെല്ലാം കൂടെ ഒരു സാമ്പിൾ സ്പേസ് ആയിട്ട് മാറി. അങ്ങനെയുള്ളൊരു കാര്യത്തിന് നമ്മളൊരു നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ എന്ത് പറയും, എക്സ്ഹോസീവ് ഇവന്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എക്സ്ഹോസീവ് ഇവന്റ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാമ്പിൾ സ്പേസസിന്റെ കാര്യമാണ് പറയുന്നത്. സാമ്പിൾ സ്പേസസിന്റെ കാര്യം പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് വരുന്ന ഇവന്റ്സ് ആണ് E1 E2 എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് 2 ഇവന്റുകൾ തമ്മിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവയ്ക്ക് കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒന്നും വരുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിനെ നമ്മൾ ഇട്ട പേരാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് എന്നുള്ളത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ ഡിസ്ജോയിന്റ് എന്നുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ അതായത് നമ്മൾ പറഞ്ഞത് പെയർ വൈസ് ആണ്. പെയർ വൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് 2 എടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഇവ തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഒന്നും വരുന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ പെയർ വൈസ് ഡിസ്ജോയിന്റ് എന്നോ അല്ലെങ്കിൽ പെയർ വൈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നോ എങ്ങനെയാണോ നമുക്ക് പറയാം. അപ്പോൾ അവിടെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് യൂണിയന്റെ കേസാണ്. അതായത് ഇവയുടെ എല്ലാം ഓരോ ഇവന്റിന്റെയും യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ഫോം ചെയ്ത് എന്തായിട്ട് മാറും, സാമ്പിൾ സ്പേസ് ആയിട്ട് മാറും. അവയെല്ലാം കൂടെ ഫോം ചെയ്ത് ഒരു സാമ്പിൾ സ്പേസ് ആയിട്ട് മാറും. അടുത്ത മൂന്നാമത്തതിലേക്ക് നോക്കാം. മൂന്നാമത്തതിലേക്ക് നോക്കുമ്പോഴത്തേക്ക് ഈച്ച് ഇവന്റ് EI എന്ന് പറയുന്നത് ഏതോ ഒരു ഇവന്റ് ആണ്. ഏതോ ഒരു ഇവന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഐക്ക് നമുക്ക് ഏതൊക്കെ വില കൊടുക്കാം, ഐക്ക് നമുക്ക് 1 to n വരെ നമുക്ക് 1 to n വരുന്ന വിലകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ കഴിയും. അപ്പൊ ഐക്ക് നമ്മൾ 1 to n എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൺ എന്ന് പറയുന്നത് എന്താവില്ല, ഒരു നൾ ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് എന്താണ്, അവിടെ വേറെ 0 ആവാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അവിടെ പ്രോബിലിറ്റി എടുക്കുമ്പോഴത്തേക്ക് എപ്പോഴും എന്തായിരിക്കും, 0ൽ കൂടുതലായിരിക്കും. അതായത് അതൊരു പോസിറ്റീവ് സംഖ്യയായിരിക്കും. നമ്മൾ പറഞ്ഞു റേഞ്ച് ഓഫ് പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും എത്ര ആയിരിക്കും, 0 to 1 എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒരിക്കലും ഈക്വൽ ടു 0 ആവില്ല. ഈക്വൽ ടു 0 ആയാൽ നമ്മൾ എന്തെന്ന് പറയും, അതിനൊരു ഇമ്പോസിബിൾ ഇവന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അതൊരിക്കലും 0 ആവില്ല, എന്നാൽ 0യേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിരിക്കും അത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് EI എന്ന് പറയുന്നത് എന്തായിരിക്കും, ഗ്രേറ്റർ ദാൻ 0 എന്നുള്ളതായിരിക്കും. 0യേക്കാൾ വലിയൊരു സംഖ്യയായിരിക്കും. അപ്പോൾ EI എന്ന് പറയുന്നത് ഓരോ ഇവന്റുകളെയും എടുത്ത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് EI എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അല്ല EI അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, EI എന്നുള്ളത് അല്ലെങ്കിൽ നമുക്ക് E1 E2 E3 എന്നിങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇങ്ങനെ മാർക്ക് ചെയ്ത് പറയേണ്ടി വരും. അതിനെല്ലാം കൂടെ ഒരുമിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, EI എന്ന് പറഞ്ഞിരിക്കും. അതിനെല്ലാം കൂടെ നമ്മൾ EI എന്ന് പറഞ്ഞിരിക്കും. EI എന്ന് പറഞ്ഞതിന് ശേഷം ഐക്ക് നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് വില കൊടുക്കും. ഐക്ക് നമ്മൾ 1 2 3 എന്നുള്ള വില നമ്മൾ എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു 3 കണ്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടീഷൻ ഓഫ് സെറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റിനെ പാർട്ടീഷൻ ചെയ്യുക. നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സെറ്റിനെ പല പല ഭാഗങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. അവിടെ വരുന്ന 3 കണ്ടീഷൻസ് പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ളതാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പെയർ വൈസ് ഡിസ്ജോയിന്റ് എന്നുള്ളതാണ് നമ്മൾ അവിടെ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ. അത് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു, EI ഇന്റർസെക്ഷൻ EJ ഈസ് ഈക്വൽ ടു നൾ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്തു. ഇനി EIയും EJയും എന്താണ്, സെയിം വാല്യൂ വരില്ല. സെയിം വാല്യൂ വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, E1
ഇന്റർസെക്ഷൻ E1 എന്നുള്ളത് എന്ത് ചെയ്യുന്നില്ല, അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അത് പോസിബിൾ അല്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ I തമ്മിൽ എന്ത് ചെയ്യുന്നില്ല, ഇവന്റുകൾ സെയിം ആവുന്നില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞത്. I = J എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഐക്കും ജെയ്ക്കും ഓരോ വാല്യൂസ് ആയിട്ട് 1ഉം 2ഉം 3ഉം ആയിട്ട് നമുക്ക് n വരെയുള്ള വാല്യൂസ് എടുത്ത് കൊടുക്കാം. വാല്യൂസ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എപ്പോഴും വരുന്നത് അവ തമ്മിൽ കോമൺ ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, ഒരു സാധനവും വരുന്നില്ല. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിരിക്കും, അല്ലെങ്കിൽ പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിരിക്കും. ഓക്കെ, രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് എക്സ്ക്ലൂസീവ് ഇവന്റ് എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ, അതായത് ഈ വരുന്ന ഓരോ ഇവന്റുകളുടെയും യൂണിയൻ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസ് ആണെങ്കിൽ അത്ര ഇവന്റുകളെ നമ്മൾ പറഞ്ഞതാണ് എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് നമുക്ക് പറയാൻ കഴിയുക? അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പെയർ വൈസ് ഡിസ്ജോയിന്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആയിരിക്കും. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഇവന്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് ഇവന്റ് എന്ന് പറയുന്നത് എപ്പോഴും എത്രയായിരിക്കും? >0 ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 3 കണ്ടീഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷൻസ് വച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിലും ഒരു ചോദ്യം ചോദിക്കാം. ഓക്കെ, അടുത്ത നമ്മൾ പോകുന്നത് ടോട്ടൽ പ്രോബിലിറ്റി തിയറത്തെ കുറിച്ചാണ്. ടോട്ടൽ പ്രോബിലിറ്റി തിയറം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ തന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ E1, E2 എക്സെട്ര n വരെയുള്ള ഇവന്റ്സുകൾ തന്നിട്ടുണ്ട്. ഒരു സെറ്റിനകത്ത് തന്നിട്ടുണ്ട്, കുറേ ഇവന്റ്സ് ഉണ്ട്. ഇവന്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. ഈ ഇവന്റ്സുകളെല്ലാം കൂടെ ഏതിനകത്ത് വരുന്നു? പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസ് എസ്. സാമ്പിൾ സ്പേസ് എസിനകത്തുള്ള നേരത്തെ പറഞ്ഞ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസസിൽ കാര്യങ്ങളാണ് ഏതെന്ന് പറയുന്നത് E1 എക്സെട്ര En എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടീഷൻ ഓഫ് സാമ്പിൾ സ്പേസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഓർമ്മിക്കണം? മ്യൂച്വലി എക്സ്ക്ലൂസീവ്, അതേപോലെ തന്നെ അല്ലെങ്കിൽ പെയർ വൈസ് ഡിസ്ജോയിന്റ് എന്നുള്ളത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ പെയർ വൈസ് ഡിസ്ജോയിന്റ്, അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്, അല്ലെങ്കിൽ വാല്യൂ >0 എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അപ്പോൾ ഈ 3 കണ്ടീഷനും കൂടെ ചേർത്താണ് ഈ ഒരു ഒറ്റ സെന്റൻസ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് എ ബി എനി ഇവന്റ് അസോസിയേറ്റഡ് വിത്ത് എസ്. എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, അത് എസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ വരുന്ന പ്രത്യേകത എന്നുള്ളത് നോക്കാം. ഇപ്പോൾ P of A എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഫോർമുല നമ്മൾ നോക്കുക. കണ്ടിട്ട് പേടിക്കുകയൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സാധനം തന്നെയാണ്. P of A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് A ആണെന്ന് നമുക്കറിയാം, നമ്മൾ ഇതുവരെ പഠിച്ചതാണ്. ഇനി സിഗ്മ J = 1, J = 1 to n. സിഗ്മ J = 1 to n എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് സമ്മേഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഓരോ സാധനങ്ങൾ എടുക്കുക, 1 മുതൽ അങ്ങോട്ട് എന്ത് ചെയ്യുക എന്നുള്ളതാണ്. 1 മുതൽ അങ്ങോട്ട് ഓരോ ഇവന്റ്സുകളായിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഇത് സം ചെയ്ത് വരിക എന്നുള്ളതാണ്. അതായത് P of EJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവന്റ്. P of EJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആദ്യം തന്നിരിക്കുന്ന ഒരു ഇവന്റ് P of E എന്ന് പറയുന്ന ഒരു ഇവന്റ് അവിടെ വരുന്നുണ്ടല്ലോ. P of E ഇതേപോലെ വരുന്നതാണ് P of E എന്ന് പറയുന്നത്. അതേപോലെ തന്നെ P of A ആഫ്റ്റർ EJ എന്ന് പറയുന്ന ഇവന്റ് കഴിഞ്ഞതിന് ശേഷം, EJ എന്നുള്ളത് ഏത് ഒരു സംഖ്യയുമാവാം EJ എന്ന് പറയുന്നത്. ഓക്കെ, E2 ആവാം, അല്ലെങ്കിൽ E3 ആവാം, അല്ലെങ്കിൽ സെക്കൻഡ് ഇവന്റ്, തേർഡ് ഇവന്റ്, അങ്ങനെ ഏത് ഇവന്റും ആവാം. ഇതൊരു ഇവന്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒന്നാമത്തെ ഇവന്റ് ആണെങ്കിൽ ഒന്നാമത്തെ ഇവന്റിനകത്ത് നമ്മൾ ഒന്നാമത്തെ ഇവന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഒന്നാമത്തെ ഇവന്റിന്റെ പ്രോബിലിറ്റി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? P of A गिवन EJ അല്ലെങ്കിൽ E1 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി ഇവിടെ 2 ഇവന്റ് ആണ് തരുന്നതെങ്കിൽ, 2 ഇവന്റ് ആണെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം വീണ്ടും അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? P of E2 ഇങ്ങനെയാണ് വരുന്നത്. അതിനെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് എഴുതുമ്പോഴത്തേക്ക് P of E1 into P of A after E1 എന്നുള്ളത് ഒന്നാമത്തത്. ഓക്കെ, അതിൻ്റെ കൂടെ പ്ലസ് P of E2 രണ്ടാമത്തെ ഇവന്റിന്റെ കാര്യമാണ് പറയുന്നത്. P of A given E2. ഓക്കെ, എപ്പോഴും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇത്രേ ഉള്ളൂ കാര്യം എന്ന് പറയുന്നത്. നമുക്ക് എത്ര ഇവന്റ് ഉണ്ടോ ടോട്ടൽ, അതനുസരിച്ച് ഈ ഒരു ഫോർമുല കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കും. അതായത് നമുക്ക് ഒരു ഇവന്റ് ആണോ ഉണ്ടെങ്കിൽ ഇത് മാത്രമായിരിക്കും വരിക. ഇനി 2 ഇവന്റ് ആണോ ഉള്ളതെങ്കിൽ ഇങ്ങനെ വരും. 3 ഇവന്റ് ആണെങ്കിൽ അടുത്ത ഒരെണ്ണം കൂടെ എഴുതുമ്പോഴത്തേക്കും നമുക്ക് കാര്യം എന്താണെന്നുള്ളത് പിടികിട്ടും. ഈ അടുത്ത ഇവന്റ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ കൂടെ പ്ലസ് ചെയ്തതിന് ശേഷം അടുത്ത വരുന്നതെന്ന് പറയുന്നത് P of E3 ആണ്. P of A bar E3.
അല്ലെങ്കിൽ പി ഓഫ് എ ഗീവൺ E3 എന്നുള്ളതാണ്. അപ്പോൾ എത്ര ഇവൻസുകൾ ഇവിടെ തന്നിട്ടുണ്ടോ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ മാറ്റി എഴുതുന്നു. ഇപ്പോൾ E1 എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാവും. ഇത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് പോവുക. E1 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, E2 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്, E3 എന്ന് പറയുന്ന ഒരു ഇവൻറ്റ്. ഓക്കെ, ഇത് മൂന്നും ഒരു ഇവൻ്റ് ആണ്. എ എന്ന് പറയുന്നത് ഇതിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. ഈ പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇവൻ്റ് 2 കിട്ടാനുള്ള, 2ൽ നിന്ന് ഇപ്പോൾ ഓരോന്നിലും ബോൾ തന്നിരിക്കും, ഓരോ ബോൾസ് തന്നിരിക്കും. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇവൻ്റ് എ എന്ന് പറയുന്ന ഒരു റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്ര, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്ര, ഈ സെക്കൻഡ് ഇവൻറ്റിൽ നിന്ന് ഒരു റെഡ് ബോൾ കിട്ടാനുള്ള സാധ്യത എത്ര, അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി തിയറം എന്ന് പറയുന്നത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ പറയുന്നത് ഈ ഒരു സംഭവം മാത്രം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. നമ്മൾ എ യൂണിയൻ ബി, എ ഇൻ്റർസെക്ഷൻ ബി ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പ്ലസ് ചെയ്യാനും അതേപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സമ്മേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ സിഗ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തോ ആണ്. ഇപ്പോൾ തമ്മിൽ ഇത് ഇത്രയും എന്ത് ചെയ്യുന്നു, ജെ കൊണ്ട് സൂചിപ്പിച്ച് അവിടെ വെച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ജെ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 ആവാം, 2 ആവാം, 3 ആവാം, എക്സെട്ര ആയിട്ട് മാറും. അതാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ജെക്ക് പകരം 1 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്തു, 1 എന്ന് കൊടുത്തു. അതേപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും 2 എന്ന് കൊടുത്തു. ഇവിടെ വരുമ്പോഴത്തേക്ക് തേർഡ് ഇവന്റ് 3 എന്ന് കൊടുത്തു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കണ്ടിട്ട് എന്ത് ചെയ്യേണ്ടതില്ല, പരിഭ്രമിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറഞ്ഞത് ഈ ഒരു കാര്യം മാത്രമാണ്. ഇത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി ഒരു ഒറ്റ മാർക്കിന് അല്ലെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കുന്നതെങ്കിൽ ടോട്ടൽ പ്രോബിലിറ്റി തിയറമായിട്ട് റിലേറ്റ് ചെയ്തൊരു ഇക്വേഷൻ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് പറയാം, ഇത് പറയാം. അപ്പോൾ ഇതിനകത്ത് ഇതില്ല, ഇത് വരുന്നില്ല, ഇത് ഇത്രയാണ് വരുന്നത്. സിഗ്മ J is equal to 1 to n P of EJ P of A bar EJ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ പ്രോബിലിറ്റി തിയറത്തെ ഡിഫൈൻ ചെയ്യാം.